നമുക്കിതിനകത്തുള്ളത് 4 മൊഡ്യൂളാണ്. ആ 4 മൊഡ്യൂളിൽ ജസ്റ്റ് അഞ്ചാമത്തെ മൊഡ്യൂളില്ല. ഫസ്റ്റ് മൊഡ്യൂൾ ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷനിൽ പ്രധാനപ്പെട്ട 2 എസ്സേയാണ് വരുന്നത്. ഒന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കറിൻ്റെ ഒരു ബയോഗ്രഫിയും പിന്നെ ഇൻഫ്ലുവൻസസും. ബയോഗ്രഫി ഇപ്പോൾ അത് ഒരു 2 പാരഗ്രാഫോ 3 പാരഗ്രാഫേ ഉള്ളൂ. പിന്നെ ഇൻഫ്ലുവൻസസുമാണ് വരുന്നത്. അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും ആരോ വന്നു, നന്ദൻ. അപ്പം ബുക്ക് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഞാൻ വിചാരിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, പ്രധാനമായിട്ടും നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് എയർലി ലൈഫും അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്ട്രഗിൾസുമാണ്. അപ്പോൾ അതിനകത്ത് സാധാരണ എസ്സേ വരുന്നത് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഈ മൊഡ്യൂളിൽ 2 എസ്സേയാണ് നമുക്കുള്ളത്. ഒന്ന് എയർലി ലൈഫിൻ്റെ സ്ട്രഗിൾ എന്താണ് അംബേദ്കറിൻ്റെ, പിന്നെ അതുപോലെ തന്നെ എയർലി ഇൻഫ്ലുവൻസസ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ അംബേദ്കറിൻ്റെ ഈ 2 കാര്യമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും. പിന്നെ രണ്ടാമത്തെ മൊഡ്യൂൾ വരുന്ന അംബേദ്കർ ഓൺ ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചർ. അംബേദ്കർ ഭരണ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്ന മൊഡ്യൂളുകൾ 2ഉം നമ്മളൊരു 3ഉം ഒക്കെയാണ്. 2, 3 ഒക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്ന മൊഡ്യൂളുകൾ. അപ്പം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഞാൻ നിങ്ങളൊരു സമയം കുറേ കളയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഞാനങ്ങ് പോവാണ്. അപ്പം നമ്മൾ എയർലി ലൈഫിൽ നമ്മൾ ആദ്യമേ നമ്മൾ പഠിച്ചത് അംബേദ്കറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ്, അത് ജസ്റ്റ് അംബേദ്കർ ജനിച്ചത് എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പിന്നെ രണ്ടാമത്തത്, നമ്മൾ ഈ പരീക്ഷ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ FIUGP ആയതുകൊണ്ട് നമുക്ക് വളരെ വലിച്ച് ഒരുപാട് പേജൊന്നും എഴുതേണ്ടതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പോയിന്റ് വൈസ് എഴുതി പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫസ്റ്റ് അംബേദ്കർ നമ്മളിപ്പം എവിടെ പരീക്ഷ എഴുതിയാലും എന്ത് എഴുതിയാലും അംബേദ്കറിനെ കുറിച്ച് എഴുതുമ്പോൾ, ഒരു എസ്സേ എഴുതുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ആരാണ്, അംബേദ്കറുടെ പൊസിഷൻ എന്താണെന്ന് നമ്മൾ എഴുതണം. അംബേദ്കറിന്റെ പൊസിഷൻ എന്താണ് എന്ന് നമ്മൾ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അംബേദ്കർ ആരായിരുന്നു, നമ്മൾ മറന്നു പോരുത്. ഏത് എസ്സേ വന്നാലും അംബേദ്കർ ഒരു ജൂറിസ്റ്റ് ആയിരുന്നു, അംബേദ്കർ ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു, അംബേദ്കർ ഒരു സോഷ്യൽ റിഫോർമർ ആയിരുന്നു, ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു. 4 എണ്ണം പഠിച്ചു വെച്ചോണം, അത് എല്ലാത്തിനും അങ്ങ് എഴുതിക്കോണം. അതുപോലെ തന്നെ അംബേദ്കറിന്റെ എയർലി ലൈഫ്, എഡ്യൂക്കേഷൻ എന്താണ്. അംബേദ്കറിന്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇത്രയും നമ്മൾ ടെസ്റ്റ് എഴുതിയിരിക്കുന്ന അത്രയും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അംബേദ്കറിന്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഒരുപാടുള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് അംബേദ്കർ ഒരു ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു, പുള്ളിക്കൊരു ഡോക്ടറേറ്റും അതുപോലെ പുള്ളി ഒരു ലോയറും ഒക്കെ ആയിരുന്നു. ആ ഒരു രീതിയിൽ അങ്ങ് പോയാൽ മതി. പിന്നെ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ, ഫാമിലിയെ കുറിച്ച് എഴുതുമ്പോൾ ഞാനിത് അംബേദ്കറിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ പറയുന്നത്. എല്ലാ എസ്സേയിലും ഇത് എഴുതണമെന്നില്ല. ഇതിനകത്ത് പിന്നെ രണ്ടാമത്തെ നമ്മൾ അതായത് പേജ് 8 കിടക്കുന്ന എയർലി ഇൻഫ്ലുവൻസസ്, അതുമുതലാണ് എസ്സേ വരുന്നത്. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എഴുതുക. മലയാളത്തിൽ എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല, മലയാളത്തിൽ എഴുതാം, പ്രശ്നമൊന്നുമില്ല. ഇംഗ്ലീഷിലും എഴുതാം, മലയാളത്തിൽ എഴുതാം, ഓരോ പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ എയർലി ഇൻഫ്ലുവൻസസ് അപ്പം ഇത് കണ്ടോ, നമ്മൾ ഈ അംബേദ്കറിന്റെ കുട്ടിക്കാലത്തുള്ള അല്ലെങ്കിൽ വളരെ പഴയ കാലത്തുള്ള ഇൻഫ്ലുവൻസസ് എന്തൊക്കെയായിരുന്നു. അപ്പം അതിന്റെ പോയിന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒന്ന് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധി എന്ന് പറയുന്നത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ തന്നെയായിരുന്നു. ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ് മെയിൻ ആയിട്ട് അംബേദ്കർ ആകാൻ വേണ്ടിയിട്ട് സ്വാധീനിച്ച ഒരുപാട് ഘടകങ്ങൾ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പിന്നെ അതിന് ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം വെച്ചുകൊണ്ട് തന്നെയാണ് അംബേദ്കർ വിദേശത്ത് പോകുന്നത്, എഡ്യൂക്കേഷൻ അബ്രോഡ് പോയി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ അബ്രോഡ് പോകുമ്പോഴത്തേക്ക് അംബേദ്കറിന് 2-3 കാര്യങ്ങൾ മനസ്സിൽ വരും. ഒന്ന്, ജോൺ ഡൂവി എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഫിലോസഫി, എഡ്യൂക്കേഷണൽ ഫിലോസഫീസ് പുള്ളിക്ക് എന്ത് ചെയ്യും, പുള്ളിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ബുദ്ധിസം എന്ന് പറഞ്ഞൊരു മതം, ഇയർലി ഇൻഫ്ലുവൻസസിന്റെ കാര്യം ഞാൻ പറയുക. ബുദ്ധിസം എന്ന് പറഞ്ഞൊരു മതം പുള്ളി ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു. ബുദ്ധിസം എന്ന് പറഞ്ഞ മതം പുള്ളി ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുകയും അതുപോലെ അതിന്റെ 2ന്റെയും ബേസിലാണ് ജോൺ ഡൂവിയുടെ പ്രാക്ടിക്കൽ ഫിലോസഫിയുടെയും ബുദ്ധിസത്തിന്റെയും ബേസ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി കുറേ സോഷ്യൽ റിഫോം മൂവ്മെന്റുകൾ ഉണ്ട്. ഇത്രയും മൂവ്മെന്റുകൾ എന്താണെന്നൊന്നും നമ്മൾ ചോദിക്കത്തില്ല. ജസ്റ്റ് 1, 2, 3 മൂവ്മെന്റുകൾ ഒന്ന് പഠിച്ചു വെക്കുക. അതായത് ജസ്റ്റ് മഹദ് സത്യാഗ്രഹം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത്, പിന്നെ ഇതിനകത്ത് വരുന്നത് എന്താണ്, പിന്നെ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ,
പിന്നെ ഇതിനകത്ത് പിന്നെ വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കൺവേർഷൻ ടു ബുദ്ധസമാണ്. അംബേദ്കർ 1956 കൺവേർഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, അംബേദ്കറിന്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാൻ മാത്രം മതി. അത് കഴിഞ്ഞതിന് ശേഷം അംബേദ്കറിന്റെ ഇൻഫ്ലുവൻസസ് വരുമ്പോൾ ഫസ്റ്റ് ഇൻഫ്ലുവൻസസ് എന്താണെന്ന് ഇൻഫ്ലുവൻസസിന്റെ ആ ഒരു രീതിയിൽ, കാരണം ഈ FIUGPയിൽ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആ പോയിന്റ് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുകയാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പം ഇൻഫ്ലുവൻസസ് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ്ലി മനസ്സിലാക്കേണ്ടത്? കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒരു വലിയൊരു ഇൻഫ്ലുവൻസസ് ആണ് അംബേദ്കറിന് കിട്ടിയത്. അത് കഴിഞ്ഞ് അംബേദ്കർ വിദേശ വിദ്യാഭ്യാസം നേടാൻ പോകുന്നു, അബ്രോഡ് പോയി പഠിക്കുന്നു. അവിടെ നിന്ന് ജോൺ ഡൂവി പോലെയുള്ള ഫിലോസഫേഴ്സിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻസ് അംബേദ്കറിന് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബുദ്ധസത്തിലേക്ക് അംബേദ്കർ കൺവേർഷൻ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അംബേദ്കറിന്റെ ഇതോട്ട് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് സോഷ്യൽ എക്സ്പീരിയൻസുമായിട്ട് ഭാഗമായിട്ടാണ് അംബേദ്കർ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ സഭകളെല്ലാം ഉണ്ടാക്കിയത്. ഈ സഭകൾ, ദളിത് മൂവ്മെന്റുകളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ അത് കഴിഞ്ഞു അവിടെ, അത് ആ ഒരു മൊഡ്യൂളിന്റെ ആ ഒരു സംഭവം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഇത് ചെറുതായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺവേർഷൻ ഓഫ് ബുദ്ധിസം. കൺവേർഷൻ ഓഫ് ബുദ്ധിസം എന്ന് പറയുന്നത് അത് ചോദിക്കും. കൺവേർഷൻ ഓഫ് ബുദ്ധിസം ചോദിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഇത് നിയോ ബുദ്ധിസം അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ നവ്യ ന്യായ ബുദ്ധിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അംബേദ്കർ പുതിയൊരു ബുദ്ധ സിദ്ധാന്തത്തിന്റെ ഒരു ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അംബേദ്കർ 1956 എന്ത് ചെയ്തത്, കൺവേർഷൻ ചെയ്തത്. കൺവേർഷൻ ചെയ്യുന്ന അത് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ചരിത്രത്തിൽ. കാരണം എന്ന് പറയുന്നത് ഹിസ്റ്ററിയില്, റിലീജിയസ് ഹിസ്റ്ററി ആയാലും ഇന്ത്യൻ ഹിസ്റ്ററി ആയാലും അംബേദ്കർ അന്ന് നിലനിൽക്കുന്ന കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഇത്രയും ആൾക്കാരോടൊപ്പം, ഏകദേശം ഒരു കൂട്ടം ആൾക്കാരോടൊപ്പം ഇത്രയും ദളിത് നമ്മൾ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇത്ര ആൾക്കാരെന്നുള്ള ദളിതരെ എന്ത് ചെയ്തു, കൂട്ടത്തോടെ അംബേദ്കർ ബുദ്ധസത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്താ, എന്തുകൊണ്ട് അംബേദ്കർ ബുദ്ധസം എന്ന് പറയുന്ന മതം തിരഞ്ഞെടുത്തു? ഇസ്ലാം തിരഞ്ഞെടുത്തില്ല, ഹിന്ദുസം തിരഞ്ഞെടുത്തില്ല, ജൈനിസം ഒന്നും തിരഞ്ഞെടുത്തില്ല. കാരണം ഒറ്റ പോയിന്റേ ഉള്ളൂ. അംബേദ്കർ, നമ്മൾ ഈ ഇത് എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ട ഒരു പ്രധാനപ്പെട്ട സെന്റൻസ് എന്തെന്നറിയാമോ? ഐ വാസ് ബോൺ എ ഹിന്ദു ബട്ട് ഐ വിൽ നോട്ട് ഡൈ ഇൻ എ ഹിന്ദു എന്ന് അംബേദ്കർ പറഞ്ഞു. ഞാൻ ജനിക്കുന്നത് ഹിന്ദു ആയിട്ടായിരിക്കും, പക്ഷെ ഞാൻ ഒരിക്കലും ഹിന്ദു ആയിട്ട് മരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്ത് ചെയ്തത്. പുള്ളിയുടെ ആ ഒരു സ്ട്രോങ്, ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ഓഫ് ബുദ്ധിസത്തിന്റെ റീസൺസ് ആണ്. കൺവേർഷൻ എന്തുകൊണ്ട് പുള്ളി മറ്റു മതങ്ങളിലെ ക്രിസ്ത്യാനിറ്റി പോയില്ല, മുസ്ലിമിൽ പോയില്ല, ഹിന്ദുയിസത്തിൽ പോയില്ല. അത് എന്തുകൊണ്ട്? ബിക്കോസ് ഇത് ഈ നമ്മുടെ ബുദ്ധിസം എന്ന് പറയുന്നതിനകത്ത് ഇക്വാളിറ്റി, അതാണ് അവിടെ എഴുതേണ്ട പോയിന്റ്. എവിടെയാണ് ഇക്വാളിറ്റി എന്ന് പറയുന്നൊരു പോയിന്റ്, അതുപോലെ തന്നെ ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ്, ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഇത് ഇത്രയും റെഗുലർ ആയിട്ടുള്ളൊരു മതമാണ് എന്താണ് ഈ ബുദ്ധമതം എന്ന് പറയുന്നത്. ബുദ്ധമതത്തിൽ ഇക്വാളിറ്റിയാണ്. ഇക്വാളിറ്റി അവിടെ ഈ ജാതിയോ മതമോ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഈക്വൽ ആണ്. ഈ ഒരു കോൺട്രിബ്യൂഷൻ ആണ് എന്ത് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ആണ് അംബേദ്കറിന് എവിടേക്ക് പോകാൻ തോന്നിയത്, ബുദ്ധസത്തിലേക്ക് പോകാൻ പോയത്. അതുപോലെ ബുദ്ധസത്തിന്റെ എത്തിക്കൽ വാല്യൂസ്, ബുദ്ധസം ചെയ്യുന്ന, അപ്പം ബുദ്ധസത്തിലേക്ക് ചേരുമ്പം ദളിതർക്ക് ഉണ്ടാവുന്ന ലിബറേഷൻ, അതൊക്കെയാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്തത്, അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് പോയത്. അംബേദ്കർ ഗൗതമ ബുദ്ധന്റെ ടീച്ചിങ്സ്, മോറൽ ഫിലോസഫീസ് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിലേക്കാണ് പോയത്. അതുപോലെ ഈ ബുദ്ധസം എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന എത്തിക്കൽ ലിവിങ്ങാ. എന്താണ് എത്തിക്കൽ ലിവിങ്? എത്തിക്കൽ ലിവിങ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ മാന്യമായി ജീവിക്കുക, മോറലായിട്ട് ജീവിക്കുക, അങ്ങനെയുള്ള എത്തിക്കൽ ലിവിങ്, ആ ഒരു ലിവിങ്ങും. അതുപോലെ തന്നെ സോഷ്യൽ ഹാർമണി. അതുപോലെ ബുദ്ധസം എന്ന് പറയുന്ന കാര്യം ഹ്യൂമൻ ബീയിങ്ങിനെ മാത്രമല്ല, ബുദ്ധസം എല്ലാ ബീയിങ്ങിനെയും, ലോകത്തെ എന്തൊക്കെ ക്രിയേച്ചേഴ്സ് ഉണ്ടോ എല്ലാ ക്രിയേച്ചേഴ്സിനെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു റിലീജിയനാണ് ബുദ്ധസം. അപ്പം ബുദ്ധസത്തിൽ ലിബർട്ടി ഉണ്ട്, ഇക്വാളിറ്റി ഉണ്ട്, ഫെർട്ടേണിറ്റി ഉണ്ട്. മറ്റു മതങ്ങളിൽ അത് എത്രത്തോളം ഉണ്ട് എന്ന് അംബേദ്കറിന് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് അംബേദ്കർ കൺവെൻഷണൽ റിലീജിയൻസ് ബുദ്ധസത്തിലേക്ക് പോയത്. അതുകൊണ്ടാണ് എവിടെ വെച്ചത്, ദേശക ഭൂമി നാഗർ വെച്ചിട്ട് അംബേദ്കർ എന്ത് ചെയ്തത്, അംബേദ്കർ 1956 14 ഒക്ടോബർ 1957 അംബേദ്കറും അംബേദ്കറിന്റെ വൈഫും ഉൾപ്പെടെ ഏകദേശം 5-6 lakh ഫോളോവേഴ്സ്, നിസ്സാരമാണോ? 5 to 6 lakhs ഫോളോവേഴ്സ്, മോസ്റ്റ് ഓഫ് ബിലോങ്ങിങ് ടു ദളിത് കമ്മ്യൂണിറ്റി. എത്ര ലക്ഷക്കണക്കിന് ആൾക്കാര്, 6 ലക്ഷക്കണക്കിന് ആൾക്കാർ, 6 ലക്ഷത്തോളം ആൾക്കാർ. ഒരു വലിയ, അതാണ് ഞാൻ പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്, ചരിത്രത്തിൽ ഇത്രയും വലിയൊരു കൺവേർഷൻസ് ഹിസ്റ്ററിയിൽ നടന്നിട്ടേ ഇല്ല. ഹിസ്റ്ററിയിൽ ഇത്രയും വലിയൊരു കൺവേർഷൻസ് നടന്നിട്ടേ ഇല്ല. അപ്പം അത് എന്ത് ചെയ്തത്, ഇത് ദളിത് കമ്മ്യൂണിറ്റി, ഇത്രയും പേരും ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്. അവരാണ് ഇത്രയും കൺവേർഷൻസ് നടത്തിയത്.
അപ്പൊ അതുപോലെ തന്നെ എന്ത് ചെയ്തു, അംബേദ്കർ ബുദ്ധിസത്തിലെ ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി എന്നൊക്കെ പറയുന്ന ആ ഒരു ബുദ്ധിസത്തിലെ അതുപോലെ ബുദ്ധിസത്തിന്റെ ഒരു ലിറ്ററലി മീൻസ് എന്ന് പറയുന്നത് ന്യൂ പാത്ത് എന്നാണ്. നവ്യന്യായ അല്ലെങ്കിൽ ഈ അംബേദ്കറിന്റെ ബുദ്ധിസത്തിന്റെ ഇതെന്ന് പറയുന്നത് ന്യൂ പാത്ത് എന്ന് വെച്ചാൽ പുതിയ വഴി. അപ്പൊ ഞാൻ ഈ പറയുന്ന എല്ലാം പോയിന്റുകളാ. പുതിയ വഴി, ഈ പുതിയ വഴി എന്നാണ് പറയുന്നത്. അപ്പൊ അത് കഴിയുമ്പോൾ അംബേദ്കറിന്റെ ബുദ്ധിസം എപ്പോഴും പറയുന്നത് എന്താണ്, ധർമ്മം ശരണം ഗച്ഛാമി. അത് ഈ ബുദ്ധിസത്തിൽ ധർമ്മ എന്ന് പറയുന്ന ഒരു ബുക്ക് അംബേദ്കറിന്റെ മരണത്തിന് ശേഷം പബ്ലിഷ് ചെയ്തു. അംബേദ്കർ 52 അതുപോലെ തന്നെ ഈ അംബേദ്കറിന്റെ കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് അംബേദ്കർ എന്താ പീസ്ഫുൾ ആയിട്ടുള്ള സോഷ്യൽ റെവല്യൂഷനാണ് അവിടെ നടത്തിയത്. പീസ്ഫുൾ ആയിട്ടുള്ള സോഷ്യൽ റെവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയോ വഴക്കോ ബഹളോ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റെവല്യൂഷൻസ് ആണ് അംബേദ്കർ നടത്തിയത്. അതാണ് ഈ ബുദ്ധിസത്തിലേക്ക് അല്ല ഞാൻ പറഞ്ഞ അത്രയും പോയിന്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ചോദ്യത്തിനാണ് ഉത്തരം വരുന്നത്? അംബേദ്കർ എന്തുകൊണ്ട് ബുദ്ധിസം സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ അംബേദ്കറിന്റെ കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഈ പറഞ്ഞത്. കുറെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് വായിച്ചുകൊണ്ട് പോകുക. അത് വരുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. നോക്കൂ, അംബേദ്കറിന്റെ മെയിൻ സോഷ്യൽ എക്സ്പീരിയൻസസ് ഇൻഫ്ലുവൻസ്ഡ് അംബേദ്കർ തോട്ട്. ഞാൻ പറഞ്ഞ കാര്യം തന്നെ. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് സോഷ്യൽ എക്സ്പീരിയൻസസ്? അംബേദ്കറിന്റെ സോഷ്യൽ എക്സ്പീരിയൻസസ് ഇൻഫ്ലുവൻസ് ആയത് ഏതാണ്? അംബേദ്കറിന്റെ സോഷ്യൽ എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, അംബേദ്കർ ഇതൊക്കെ ചെയ്യാൻ കാരണം, ഒരുപാട് സഭകൾ ചെയ്യാൻ കാരണം, ഒരുപാട് സോഷ്യൽ ഫോർമേഷൻസ് ഉണ്ടാക്കാൻ കാരണം അംബേദ്കറിന് ബാധിച്ചിട്ടുള്ള കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുള്ള സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ്. ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ചൈൽഡ്ഹുഡ് മുതലേ, ഏർലി കരിയർ മുതൽ, നമ്മൾ പണ്ടൊക്കെ കഥകളൊക്കെ പറഞ്ഞില്ലേ, പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെയുള്ള കഥകൾ, അതുപോലെ അൺടച്ചബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ചോദ്യം എന്താണെന്ന് അറിയാമോ? ചോദ്യം എന്ന് പറഞ്ഞാൽ അംബേദ്കർ ഈ കണ്ട സോഷ്യൽ എക്സ്പീരിയൻസസ് ഒക്കെ നടത്തിയത് എന്തിനാണ്? അതായത് ദളിത് സഭ ഉണ്ടാക്കി, മറ്റേ മനുസ്മൃതി കത്തിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി, പ്രത്യേകിച്ച് ദളിതരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹോസ്റ്റലുകൾ സ്ഥാപിച്ചു, അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. കാരണം അംബേദ്കർ കുട്ടിക്കാലത്ത് ഫേസ് ചെയ്ത ഈ വാക്കുകളൊക്കെ പരീക്ഷയ്ക്ക് കാണണം. അംബേദ്കർ കുട്ടിക്കാലത്ത് ഫേസ് ചെയ്ത കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അംബേദ്കർ കുട്ടിക്കാലത്ത് ഫേസ് ചെയ്ത അൺടച്ചബിലിറ്റി, അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ പോലും ഈ പൊതു പൈപ്പുകളിൽ നിന്ന്, ടാപ്പുകളിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോലും അംബേദ്കർക്ക് എന്ത് പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അക്കോമഡേഷൻ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ജോലി കിട്ടിപ്പോയപ്പോൾ അവിടെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ സീറ്റിംഗ്, സ്കൂളിൽ പോകുമ്പോൾ സീറ്റ് കൊടുക്കത്തില്ല, തറയിൽ പോയിരുന്ന് പഠിക്കാൻ പറയും. ഇതൊക്കെ അംബേദ്കറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നാണക്കേടുകൾ അംബേദ്കറെ ഡീപ്ലി അത് ഇൻഫ്ലുവൻസ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അംബേദ്കർ എന്ത് ചെയ്തത്, ഈ ഒരു സ്ഥലം ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഹൂ സപ്പോർട്ടഡ് ഹയർ എഡ്യൂക്കേഷൻ ടു. അപ്പം നമ്മൾ നേരത്തെ അത് ജസ്റ്റ് അതൊന്നും വലുതായിട്ട് കാണുന്നൊരു കാര്യമില്ല. ഞാൻ ഇതിലെ പല ക്വസ്റ്റ്യൻസുമാണ് യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻസിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് പോകുന്നത്. അപ്പൊ അംബേദ്കർ എന്തുകൊണ്ട് അംബേദ്കർ ബുദ്ധിസം എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു? അംബേദ്കർ എന്തുകൊണ്ട് ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ചെയ്തു? ഒരാളും കൂടെ ഉണ്ട്? ഇല്ല. അംബേദ്കർ കൺവേർട്ട് ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അംബേദ്കർ കൺവേർട്ട് ബുദ്ധിസം ബിക്കോസ് ബിലീവ്ഡ് ഹിന്ദുയിസം സപ്പോർട്ട് കാസ്റ്റ് സിസ്റ്റം. അംബേദ്കർ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഹിന്ദുയിസം അംബേദ്കർ സ്വീകരിക്കാത്ത പ്രധാനപ്പെട്ട കാര്യം, ഹിന്ദുയിസം എന്ന് പറയുന്ന മതം കാസ്റ്റ് സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, ശൂദ്രർ എന്നൊക്കെ പറയുന്ന ആ ഒരു ഹൈറാർക്കി ഹിന്ദു മതത്തിൽ നിലനിന്നിരുന്നു. അപ്പൊ ദളിതന്മാരുടെ സ്ഥാനം ഇതിൽ പോലും ഇല്ല. ബ്രാഹ്മണർ, ക്ഷത്രിയർ, ശൂദ്രർ, വൈശ്യർ എന്ന കാറ്റഗറി മാത്രമേ ഉള്ളൂ. അതിന് താഴെയുള്ളവരില്ല. താഴെയുള്ളവരെ ചരിത്രത്തിലേ ഇല്ല. ആൻഡ് ഓൾസോ ബുദ്ധിസം ഓഫേർഡ് റിലീജിയസ് ബേസ്ഡ്. ബുദ്ധിസം എന്ന് പറയുന്നത് എന്ത് റിലീജിയൻ ബേസ് ചെയ്ത ബുദ്ധിസമാണ്? അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇക്വാളിറ്റിയും റാഷണാലിറ്റി, ആ 3 വാക്ക് പഠിച്ചു വെച്ചാൽ മതി. ബുദ്ധിസം ഈസ് ബേസ്ഡ് ഓൺ ഇക്വാളിറ്റി, റാഷണാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ്. അത് പഠിച്ചു വെച്ചാൽ ഒരുവിധപ്പെട്ട എല്ലാം എഴുതാം. ഇക്വാളിറ്റി, റാഷണാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഇനി എന്താണ് നിയോ ബുദ്ധിസം? അത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിയോ ബുദ്ധിസം എന്ന് പറയുന്നത് അംബേദ്കർ ബുദ്ധിസത്തെ കുറിച്ചുള്ള മോഡേൺ ഇന്റർപ്രിട്ടേഷൻസ് ആണ്. അംബേദ്കറിന്റെ ഇന്റർപ്രിട്ടേഷൻസ് ആണ്. അതായത് അംബേദ്കർ ഓൾറെഡി ബുദ്ധിസം ഉണ്ടല്ലോ, അതായത് മഹാവീരൻ അല്ലെങ്കിൽ ശ്രീബുദ്ധൻ സ്ഥാപിച്ച ബുദ്ധിസം ഉണ്ടല്ലോ. അപ്പൊ അംബേദ്കർ ഈ ബുദ്ധമതത്തിലേക്ക് ജോയിൻ ചെയ്ത സമയത്ത് നിയോ ബുദ്ധിസം എന്ന് പറയാൻ കാരണം ഹീസ് ട്രൈ ടു മോഡേണൈസ്ഡ് ബുദ്ധിസം. ബുദ്ധിസത്തിനെ പുതിയ രീതിയിൽ, മോഡേൺ രീതിയിൽ ബുദ്ധിസത്തിനെ എന്ത് ചെയ്തു? പുള്ളി
അത് കൺവേർട്ട് ചെയ്യാൻ നോക്കി. ആൻഡ് ഓൾസോ ഹ്യൂമൻ അതെന്ന് പറഞ്ഞാൽ എന്താണ്, അത് പുതിയ ബുദ്ധിസം എന്ന് പറയുന്നത്, മോഡേൺ ബുദ്ധിസം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സോഷ്യൽ ഇക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ഹ്യൂമൻ ഡിഗ്നിറ്റിയുടെ അടിസ്ഥാനത്തിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എലിമിനേഷൻ ചെയ്തു. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തത് എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. അത് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ റെഫർ പേജ് 5 മുതൽ 8 വരെ. അതുപോലെ ഈ അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അംബേദ്കറിന്റെ ഇയർലി ലൈഫും എഡ്യൂക്കേഷനും ഇയർലി ഇൻഫ്ലുവൻസസും എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിന്റെ പേജും ഉണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ എക്സ്പീരിയൻസസ് അംബേദ്കറിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുക. അതുപോലെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ദ റീസൺ ബിഹൈൻഡ് ഡോക്ടർ അംബേദ്കർ കൺവേർഷൻ ടു ബുദ്ധിസം. കണ്ടോ, എന്ത് റീസൺ കൊണ്ടാണ് അംബേദ്കർ ബുദ്ധിസത്തിലേക്ക് കൺവേർഷൻ ചെയ്തത്? അത് കറക്റ്റായിട്ട് ആ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അംബേദ്കറിനെ എങ്ങനെയാണ് ഈ ബുദ്ധിസം ഇൻഫ്ലുവൻസ് ചെയ്തത്. അത് കഴിഞ്ഞു. അപ്പൊ ആ മൊഡ്യൂളിൽ അത്രയേ ഉള്ളൂ. അപ്പൊ ആ മൊഡ്യൂൾ ഒരു എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 4 ഉണ്ടല്ലോ, അപ്പൊ 4 എസ്സേ വരണ്ടേ? അപ്പൊ മറന്നു പോരുത്. ഒന്നാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞു. ഇനിയിപ്പോ രണ്ടാമത്തെ മൊഡ്യൂളൊക്കെ പടപടാ പോകും. രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ അംബേദ്കർ ഓൺ ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചർ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? സോഷ്യൽ ആ സമയത്ത് അംബേദ്കറിന്റെ സമയത്തുള്ള സോഷ്യൽ ആയിട്ടുള്ള സ്ട്രക്ചർ എന്താണ്, സാമൂഹിക ഇതെങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് വർണ്ണ സിസ്റ്റമാണ്. പണ്ട് കാലത്ത് നിലനിന്ന വർണ്ണ സിസ്റ്റം, അതുപോലെ അംബേദ്കറിന്റെ അൺടച്ചബിലിറ്റി, വർണ്ണ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട അൺടച്ചബിലിറ്റി, അത് കണക്ഷനാണ് എല്ലാം. വർണ്ണ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അൺടച്ചബിലിറ്റി വരുന്നത്. അൺടച്ചബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്ത്രീകളെ മാർജിനലൈസേഷൻ ചെയ്യുന്നത്. അൺടച്ചബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും സ്ത്രീകളെ തരം താഴ്ത്തുന്നതും. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പം ഡോക്ടർ അംബേദ്കർ ഇതിനകത്ത് പറയുന്നത് എങ്ങനെയാണ് ജാതി എന്ന് പറയുന്ന സംഭവം നിലനിന്ന് വന്നത്. അംബേദ്കർ പറയുന്നത് ഒറിജിൻ ആൻഡ് കാസ്റ്റ് സിസ്റ്റം, എങ്ങനെയാണ് ജാതി ഒറിജിൻ വന്നത്. അംബേദ്കർ പറയുന്നത് ഇന്ത്യയുടെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് പണ്ട് കാലത്തെ വർണ്ണ സിസ്റ്റം, ഇന്ത്യയുടെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് വർണ്ണ സിസ്റ്റത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. വർണ്ണ സിസ്റ്റത്തിൽ അടിസ്ഥാനപ്പെടുത്തി എന്ന് പറയുന്നത് വർണ്ണ സിസ്റ്റത്തിനകത്താണ്. വർണ്ണ സിസ്റ്റം മീൻസ് വർണ്ണം എന്ന് വെച്ചാൽ ജാതി, കാസ്റ്റ്, അങ്ങനെ ആ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ സോഷ്യൽ സ്ട്രക്ചർ അത് നിലനിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത് എസെൻഷ്യലി എന്താണ്, പക്ഷെ വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് പോലെ അല്ല. ജാതി എന്ന് ഓക്കെ, അഫ്കോഴ്സ് വർണ്ണ സിസ്റ്റം എന്ന് വെച്ചാൽ ജാതി തന്നെയാണ് അതിനകത്ത് തരംതിരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ജാതി തരംതിരിച്ചു വെച്ചിരിക്കുന്നത് ഇൻ ദ ബേസിസ് ഓഫ് ദ എന്താണ്, ലേബർ, ജോലിയുടെ അടിസ്ഥാനത്തിലാണ് അപ്പം തിരിച്ചത്. പക്ഷെ അതിനെ കൺവേർട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടുവന്ന് ഈ ജോലി ചെയ്യുന്നവരെ ഇന്ന ജാതിപ്പെടുത്തിയിട്ട് തരം താഴ്ത്തി കളഞ്ഞു. അപ്പൊ അംബേദ്കർ പറയുന്നത് എന്താണ്, വർണ്ണ സിസ്റ്റത്തിനകത്ത് ഈ ജാതികൾ തരംതിരിച്ചിരിക്കുന്നത് ആസ് പെർ ദ ജോബ്, അവരുടെ തൊഴിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതല്ലേ ബ്രാഹ്മണർ പൂജിക്കുന്നു, അങ്ങനെ 4 പേരും പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ 4 ഗ്രൂപ്പുകൾ പറയുന്നുണ്ട് അതിനകത്ത്. അതിനകത്ത് പറയുന്നത് വർണ്ണ സിസ്റ്റത്തിലുള്ള 4 ഗ്രൂപ്പുകൾ, ബ്രാഹ്മണന്മാരാര്, ക്ഷത്രിയന്മാരാര്, വൈശ്യന്മാരാര്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, അത് കഴിഞ്ഞ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് അംബേദ്കർ ഈ കാസ്റ്റ് വാസ് മാർക്ക്ഡ് സെവറൽ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ്. നമ്മൾ ഈ അംബേദ്കർ പറയുന്നത് എന്താണ്, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജാതിയെ നിർണ്ണയിക്കുന്നത് പല ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. ഒന്ന് നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മുടെ ഒക്യുപ്പേഷൻസ്, അതുപോലെ നമ്മുടെ സോഷ്യൽ സെഗ്രിഗേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് സാമൂഹികപരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്ന് മാരേജ് കഴിക്കുന്നു. മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എന്താണെന്നറിയാമോ, ചില കാസ്റ്റ് നോർമൽ സംഭവിക്കുന്നത് എന്താണ്, ആ സമയത്തൊക്കെ ഒരേ കാസ്റ്റിലുള്ളവർ അവരെ ആ കാസ്റ്റിലുള്ളവരെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണർ, ക്ഷത്രിയർ, ശൂദ്രർ, വൈശ്യർ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണരെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ, ക്ഷത്രിയരെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ അത് തന്നെ ഒരു സംഭവമാണ്. ആലോചിക്കണം, ജാതി നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഇതാണ്. അതുപോലെ ആ കാലഘട്ടങ്ങളിൽ ഒരു വ്യക്തിയുടെ തൊഴില് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് നിൽക്കും. സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് നിൽക്കുമ്പോൾ എന്താണ്, ജനങ്ങൾ കാറ്റഗറൈസ് ചെയ്യും. ജനങ്ങൾ കാറ്റഗറൈസ് എന്ന് വെച്ചാൽ ബ്രാഹ്മണന്മാരുടെ തൊഴിൽ പൂജയെ മറ്റുമായിട്ട് ബന്ധപ്പെട്ടും, അതുപോലെ ക്ഷത്രിയന്മാരെ രാജ്യത്തെ സംരക്ഷിക്കുന്ന യോദ്ധാക്കന്മാരായിട്ട് തീരും. രാജാക്കന്മാർ വരെ ക്ഷത്രിയന്മാരല്ലേ. അപ്പം വൈശ്യന്മാർ കച്ചവടം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടായി വരുവാണ്. ഞാനീ പറയുന്നത് നിങ്ങൾ കണക്ഷൻ വിട്ടുപോകരുത്. അംബേദ്കറിന്റെ വർണ്ണ സിസ്റ്റം, അംബേദ്കർ എങ്ങനെയാണ് ജാതി ഉണ്ടായത് എന്ന് പറയുവാണ്. അപ്പൊ ഇതുപോലെ തന്നെ അംബേദ്കർ ഈ ഹയസ്റ്റ് പൊസിഷൻ, അതുപോലെ തന്നെ ഈ റിജിഡ്, അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ റിജിഡ് സോഷ്യൽ സ്ട്രക്ചറാ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് എന്താണ്, ട്രഡീഷണൽ റിലീജിയസ് എക്സ്പ്ലനേഷൻസ് ആണ്. അത് അംബേദ്കർ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ട്രഡീഷണൽ റിലീജിയസ് കാസ്റ്റ് എക്സ്പ്രഷൻ ബേസ്ഡ് പ്യുവർലി ഇൻ ദ റിലീജിയൻ ആണ്. മതപരമായിട്ടാണ് അതിനെ ചെയ്തത്.
മതപരമായിട്ടാണ് ഡിവിഷൻ ചെയ്തത്. അപ്പൊ അതിനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അംബേദ്കർ അതുപോലെ തന്നെ ബ്രാഹ്മണന്മാരെന്നൊക്കെ പറയുന്നത് അംബേദ്കർ പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക, അങ്ങനെയല്ല, അത്രത്തോളം ഒരു മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഹയർ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവരവരെ ജോലിയാണ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് എങ്ങനെയെന്നറിയാമോ ഇത്രയും വലിയൊരു ഹയർ പൊസിഷൻ കിട്ടിയത്? ദേ ആർ ദ കസ്റ്റോഡിയൻസ് ഓഫ് റിലീജിയൻ. അവരുടെ കുറുപ്പ് കുലാനെന്ന് വെച്ചാൽ നോളജാണ്, അറിവാണ്. ഈ അറിവ് വെച്ച് കളിക്കുമ്പോൾ അറിവില്ലാത്തവന്മാർ അറിവുള്ളവരനുസരിക്കും. അതാണ് അവിടുത്തെ പോയിന്റ്. അടുത്ത നോക്കൂ, അത് തീർന്നു. അതുപോലെ തന്നെ അംബേദ്കർ അനലൈസ് ചെയ്യുന്നുണ്ട് അൺടച്ചബിലിറ്റി എന്താണ്. അപ്പൊ ഞാനിപ്പോ എസ്എ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അംബേദ്കർ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നു, കാസ്റ്റ് സിസ്റ്റം ബിലീവ് ചെയ്യുന്നുണ്ട്. പക്ഷെ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന സാധനം ഡെമോക്രാറ്റിക് വാല്യൂവിനെതിരാണ്. കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റിയുടെ കണ്ണുനീരാണ് കാസ്റ്റ് സിസ്റ്റം. ദളിതന്റെ കണ്ണുനീരാണ് കാസ്റ്റ് സിസ്റ്റം. ഇത് ഈ ഞാനീ പറയുന്ന പോയിന്റുകൾ തന്നെ എസ്സേയിൽ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ജയിക്കാവുന്ന കാര്യമുള്ളൂ. അംബേദ്കറിന്റെ വ്യൂ അനുസരിച്ച് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ചരിത്രപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കാസ്റ്റ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന റിജിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇല്ലേ, സതി എന്നൊക്കെ പറയുന്ന സംഭവം ഒന്ന് ആലോചിച്ച് നോക്കും. ഇത് ഹിന്ദു മതത്തിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ സതി എന്ന് ആലോചിച്ച് നോക്കെ. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് റിജിഡ് ഫോം ഓഫ് ഹിന്ദുയിസം അല്ലേ? അല്ലേ? അപ്പൊ ഇതൊക്കെ പറയാം അംബേദ്കർ. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അംബേദ്കർ പറയുന്നത്, ആ വാക്ക് മറന്നു വരുന്നത്, അനിഹിലേഷൻ ഓഫ് ദ കാസ്റ്റ്. വാക്ക് അവിടെ എന്താണ്? അനിഹിലേഷൻ. അപ്പൊ രണ്ടാമത്തെ മൊഡ്യൂളില് ആദ്യത്തെ എസ്സേ എന്താണ്? എങ്ങനെയാണ് നമ്മുടെ ഭാരതത്തിൽ ജാതി ഒറിജിൻ വന്നത്, ജാതി അല്ലെങ്കിൽ അതൊരു എസ്സേയാണ്. എങ്ങനെയാണ് നമ്മുടെ ഭാരതത്തിൽ ജാതി ഒറിജിൻ ചെയ്ത് വന്നത്, ജാതി മീൻസ് വർണ്ണ ഒറിജിൻ ചെയ്ത് വന്നത് പറഞ്ഞു. അടുത്തത് എന്താണ്? അംബേദ്കർ എങ്ങനെയാണ് അൺടച്ചബിലിറ്റി ഒറിജിൻ ചെയ്തു വന്നത്? ജാതിയുടെ കൂടെയാണല്ലോ അൺടച്ചബിലിറ്റി വരുന്നത്. അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. അപ്പൊ 3 എസ്സേ ആയി. ഫസ്റ്റ് മൊഡ്യൂൾ 2, സെക്കൻഡ് മൊഡ്യൂൾ 3. അപ്പൊ നാലാമത്തെ അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഹൂ വേർ ദേ ഹാവ് ബിക്കം ദ അൺടച്ചബിൾസ്. ആരാണ് അൺടച്ചബിൾ ആവുന്നത്? അതായത് യഥാർത്ഥത്തിൽ ഹി റിജക്റ്റഡ് ട്രഡീഷണൽ. അംബേദ്കർ ഫസ്റ്റിലെ തന്നെ ഈ നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള, അതായത് ട്രഡീഷണൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരല്ലേ കാസ്റ്റുകളെ കുറിച്ച് പറയുന്നത്, അതിനെ അംബേദ്കർ റിജക്ട് ചെയ്തിട്ട് പറയുന്നു അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നോട്ട് പ്രസന്റ് ഇൻ എയർലി വേദി. പണ്ട് കാലഘട്ടങ്ങളിൽ അൺടച്ചബിലിറ്റി നിലവിലില്ലായിരുന്നു. ഏത് കാലഘട്ടങ്ങളിലാണ്? വേദത്തിന്റെ കാലഘട്ടങ്ങളിൽ അൺടച്ചബിലിറ്റി ഇല്ലായിരുന്നു. അപ്പൊ പക്ഷെ ഒരു കാര്യം, അൺടച്ചബിലിറ്റി വേദിക് പീരീഡിൽ ഇല്ലായിരുന്നു. പക്ഷെ എന്താണെന്നറിയാമോ, ഈ നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ച് നമ്മളെ ഈ അൺടച്ചബിലിറ്റി വന്നത് നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ച്, നമ്മുടെ ജനസംഖ്യ അനുസരിച്ച് വന്നത്. ജനസംഖ്യ അനുസരിച്ച് ദെയർ സെർവ് എക്സ്ക്ലൂഷൻ. അതായത് ഇങ്ങനെ ജനസംഖ്യ കൂടി വന്നപ്പോഴത്തേക്ക് പുതിയ വേദം കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. പക്ഷെ സമൂഹത്തിൽ ജനസംഖ്യ കൂടി വന്നപ്പോഴത്തേക്ക് കഴിവില്ലാത്തവന്മാരും, അതായത് ജോലി ചെയ്യാൻ പോകുന്നവരും, തൊട്ട് മുകളിലുള്ളവന്മാരെ സംരക്ഷിക്കുന്നവന്മാരും ഒക്കെ താഴെ ആയിപ്പോയി. അപ്പം ഹിസ്റ്റോറിക്കൽ ഒറിജിൻ ഓഫ് അൺടച്ചബിലിറ്റി എന്താണ്? ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒറിജിൻ. ഹിസ്റ്റോറിക്കലി അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രഗിൾ ആണ് അൺടച്ചബിലിറ്റി. പവർ ഓഫ് സ്ട്രഗിൾ ആണ് അൺടച്ചബിലിറ്റി. അതായത് കഴിവുള്ളവൻ മുകളിൽ നിൽക്കും, കഴിവില്ലാത്തവൻ താഴെ പോകും. അതുപോലെ ബ്രോക്കൺ മെൻ ആണ്. അതായത് ഈ യഥാർത്ഥത്തില് ഈ ഹിസ്റ്റോറിക്കൽ അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പവർ ഓഫ് സ്ട്രഗിൾ മാത്രമല്ല, ഇത് എന്താണ്? ഇതാണ് എന്താ? ഒരു ഡിവൈൻ ലോ ഒന്നും അല്ല. അപ്പൊ ആരോ എന്തോ ഇത്രയും പേരൊക്കെ ഉള്ളൂ. യെസ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ അൺടച്ചബിലിറ്റിക്ക് ഒരു പ്രധാനപ്പെട്ട റോള് ബ്രാഹ്മണിസത്തിനുണ്ട്. ബ്രാഹ്മണിസം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവര് ഈ അൺടച്ചബിലിറ്റി പണിഷ്മെന്റ് പോലെ കണ്ട് അവരെ ഫ്രണ്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ പണിഷ് ചെയ്യും. കാരണം വെച്ചാൽ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്ന ആ ഒരു സംഭവം അവരങ്ങ് ഫെമിലറൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്യൂരിറ്റി, അവരൊരു സെൽഫ് പ്യൂരിറ്റി എന്ന് പറഞ്ഞൊരു പേര് കൊണ്ടു. കാരണം അവർ മാത്രമാണ് പ്യൂരിറ്റി ആയിട്ടുള്ള ആൾക്കാർ, ബാക്കിയുള്ള ആൾക്കാർ പ്യൂരിറ്റി ഇല്ല എന്നൊരു ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? ഇങ്ങനെയുള്ള റിലീജിയസ് സാങ്ഷൻസ് വേണ്ടിയിട്ട് ഇവർ സമൂഹത്തിൽ ഈ അൺടച്ചബിലിറ്റി കൊണ്ടുവന്നു. അത്രയേ ഉള്ളൂ. പിന്നെ അൺടച്ചബിലിറ്റി ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായി. പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. അൺടച്ചബിലിറ്റി ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായി. അൺടച്ചബിലിറ്റി നിർബന്ധമായിട്ടും റെസിഡൻഷ്യൻസിന്, അതായത് താമസിക്കുന്നവരുടെ മേൽ അടിച്ചേൽപ്പിച്ചു തുടങ്ങി. അതുപോലെ അൺടച്ചബിലിറ്റി മാൻ മെയ്ഡ് ആണ്. അൺടച്ചബിലിറ്റി ഒരിക്കലും ദൈവം പറയുന്നതല്ല.
അൺടച്ചബിലിറ്റി നോട്ട് ഡിവൈൻ, അൺടച്ചബിലിറ്റി ഈസ് മാൻ മെയ്ഡ് ആണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അൺടച്ചബിലിറ്റി മനുഷ്യന്മാരുണ്ടാക്കിയതാണ്, സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാക്കിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പവർ സെഗ്രിഗേഷൻ, കഴിവുള്ളവൻ ഉണ്ടാക്കിയതാണ് അൺടച്ചബിലിറ്റി. അപ്പം ഈ അൺടച്ചബിലിറ്റി സാക്ഷൻ ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻജസ്റ്റിസും അതുപോലെ തന്നെ സൊസൈറ്റി ഇൻജസ്റ്റിസ് ആയിട്ടുള്ള സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അംബേദ്കർ എപ്പോഴും ഈ അൺടച്ചബിലിറ്റി ആയിട്ട് എഗൻസ്റ്റ് ആയിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ അൺടച്ചബിലിറ്റി സ്ട്രഗിൾ ചെയ്യും അംബേദ്കർ? അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും ആയിരിക്കും ചിലപ്പോൾ. അംബേദ്കർ ഹൗ സ്ട്രഗിൾ ടു അൺടച്ചബിലിറ്റി? അംബേദ്കർ സ്ട്രഗിൾ ചെയ്യുന്ന എഡ്യൂക്കേഷനിലൂടെ, ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡിലൂടെ. പുള്ളി ചെയ്തത് അതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് പുള്ളി പോയത്. അതുപോലെ തന്നെ എന്താണ്, സോഷ്യൽ റിഫോം മൂവ്മെന്റിലൂടെ. അതുപോലെ അത് അവസാനം മരിക്കുന്നതിന് മുന്നേ തന്നെ അത് കാണിച്ചു തന്നിട്ട് പോയി. സോഷ്യൽ കൺവേർഷൻ കൂടെ നടത്തിയിട്ട് പോയി. അതായത് ബുദ്ധസത്തിലേക്ക് കൺവേർഷനും ചെയ്തിട്ട് പോയി. അപ്പം അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു സാമൂഹിക വിഭവത്തിനെ പുള്ളിയുടെ ജീവിതം കൊണ്ട് തന്നെ പുള്ളി എന്ത് ചെയ്തു? മാറ്റിയിട്ട് പോയി. ആദ്യം എഡ്യൂക്കേഷനിലൂടെ, ലീഗലായിട്ട് കോൺസിക്വൻസസ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതൊക്കെ കയറ്റി. അതുപോലെ സോഷ്യൽ റിഫോം മൂവ്മെന്റിലൂടെ, ബുദ്ധസത്തിൽ കൺവേർഷൻ ചെയ്യുന്നതിലൂടെ അംബേദ്കർ എന്ത് ചെയ്തു? ഇതിലൊക്കെയാണ് അംബേദ്കർ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഇത് വന്നിട്ടുള്ളത്. അപ്പൊ അത് കഴിഞ്ഞു. അതോട് കഴിഞ്ഞു അംബേദ്കർ. പിന്നെ അടുത്തൊരു ചോദ്യം, അംബേദ്കർ മാർജിനലൈസേഷൻ ആയിട്ടുള്ള സ്ത്രീകളെ എങ്ങനെ സഹായിക്കുന്നു? മാർജിനലൈസ് ആയിട്ടുള്ള സ്ത്രീകളെ സഹായിക്കുന്നത് എങ്ങനെയാണ്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. അംബേദ്കർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ അതോടുകൂടി ഇത് കഴിയുമെന്ന് തോന്നുന്നു. വലിയൊരു എസ്സയും വലിയൊരു മൊഡ്യൂളുമാണ് ഇത്. ഇല്ല, ഇപ്പൊ തീരും. എന്തു വലിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചേക്കുക. ഇത് എൻ്റെ കുട്ടികളാണ്, അതുകൊണ്ടാണ് വീഡിയോ ഓൺ ചെയ്തേ, മറ്റേ വലിയ ആൾക്കാരല്ല. മാർജിനലൈസേഷൻ ഓഫ് വുമൺ. മാർജിനലൈസേഷൻ ഓഫ് വുമൺ എന്ന് പറയുന്നത് എന്താണ്? മോസ്റ്റ് പ്രൊഫൗണ്ട് ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടോ, അത് സമൂഹത്തിൽ ജാതി സിസ്റ്റം വന്നപ്പം, കമ്മ്യൂണിറ്റി സിസ്റ്റം വന്നപ്പം ഏറ്റവും കൂടുതൽ ദുഃഖിക്കേണ്ടി വന്നതും പ്രയോഗിക്കേണ്ടതും സ്ത്രീകളാണ്. സ്ത്രീകളെ മാർജിനലൈസ് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഈ മാർജിനലൈസേഷൻ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചെന്ന് അറിയാമോ? വുമണിനെ എപ്പോഴും അടിച്ച് താഴ്ത്തിക്കൊണ്ടേയിരുന്നു. ഒപ്രഷൻ ആയിരുന്നു സ്ത്രീകൾക്ക്. അടിച്ച് താഴ്ത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് മുഖ്യധാരകളിൽ ഒന്നും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഇതിനെതിരായിട്ട് അതുകൊണ്ടാണ് അംബേദ്കർ ഒരു റിഫോം മൂവ്മെന്റ് ചെയ്ത് സ്ത്രീകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകൾ സ്ഥാപിച്ചത്, സ്ത്രീകൾക്ക് നിന്ന് പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലുകൾ സ്ഥാപിച്ചത്, കാസ്റ്റ് സൊസൈറ്റിയിൽ റാഡിക്കലായിട്ട് ചിന്തിക്കാൻ വേണ്ടി സ്ത്രീകളെ തീരുമാനിച്ചത്. അപ്പൊ യഥാർത്ഥത്തില് ഈ കാസ്റ്റ് സിസ്റ്റം തന്നെയാണ് ഒരു ചോദ്യമാണ്. ചിലപ്പോൾ ഈ കോൺവേഡൊക്കെ ചോദിക്കും, ഈ സ്ത്രീകളെ മാർജിനലൈസ് ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? യഥാർത്ഥത്തിൽ പ്യുവർലി കാസ്റ്റ് സിസ്റ്റമാണ് സ്ത്രീകളെ മാർജിനലൈസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ, നമ്മൾ എപ്പോഴും കാസ്റ്റ് സിസ്റ്റം ആണ് എന്തിന്റെ റൂട്ട്? സ്ത്രീകളെ മാർജിനലൈസ്ഡ് ചെയ്തതിന്റെ, തരം താഴ്ത്തിയതിന്റെ, എണ്ണി മാറ്റി നിർത്തിയതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഈ കാസ്റ്റ് സിസ്റ്റമാണ്. ഇവിടെ സതീര കാര്യമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ വിധവാ വിവാഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അംബേദ്കർ മോർ പ്രാക്ടിക്കലായി അവിടെയൊക്കെ വിധവ വിവാഹം പുനർവിക്കണം. ആര് സതിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സതിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അംബേദ്കർ. അതുപോലെ തന്നെ അംബേദ്കർ ചൈൽഡ് മാരേജും ഫീമെയിൽ പണ്ട് ചൈൽഡ് മാരേജ് ഉണ്ടായിരുന്നു. ചൈൽഡ് മാരേജും ഫീമെയിൽ സെക്ഷുവാലിറ്റിയും ഇതുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്? കൺട്രോൾ ഫീമെയിൽ സെക്ഷുവാലിറ്റി എന്ന് വെച്ചാൽ, കാരണം കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ, രണ്ടിൽ കൂടുതലോ ഒന്നിൽ കൂടുതലോ പെൺകുട്ടികൾ ജനിക്കുകയാണെങ്കിൽ ആ പണ്ടത്തെ സൊസൈറ്റിയിൽ പെൺകുട്ടികളെ കൊന്നുകളയായിരുന്നു. അപ്പൊ ഇതിനെതിരായിട്ടൊക്കെ അംബേദ്കർ ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചു. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? അംബേദ്കറിന്റെ ഈ രണ്ടാമത്തത് ഇതിനകത്ത് പറയുന്ന ആദ്യത്തെ എസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റം, വർണ്ണ സിസ്റ്റം. അതിന്റെ രണ്ടാമത്തെ ഭാഗം അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റിയുടെ മെയിൻ പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ പിന്നെന്തുവാണ്, അത് കഴിഞ്ഞതിന് ശേഷമാണ് അംബേദ്കറിന്റെ പ്രാക്ടിക്കൽ, അത് കുറെ പോയിന്റ് ഉണ്ട്. ഇത് പ്രാക്ടിക്കൽ കമ്മിറ്റ്മെന്റ് ഓഫ് വുമൺ ഇമാൻസിപ്പേഷൻ. എന്താണ് ചെയ്തത് അംബേദ്കർ യഥാർത്ഥത്തില് എന്ത് ചെയ്തു? ഇൻസ്പയർഡ് റിഫോം റീഹാബിലിറ്റേഡ് സെക്സ് വർക്കേഴ്സ്. അംബേദ്കർ ഈ ഒരു സംഭവത്തിന് വേണ്ടി പ്രാക്ടിക്കലായിട്ട് സ്ത്രീകളെ മുന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കാമാത്തിപുര എന്ന് പറയുന്ന സെക്സ് വർക്കേഴ്സിന്റെ അവിടെ പോയിട്ട് അവർക്ക് ജീവിക്കുവാൻ വേറൊരു ഉപാധി പറഞ്ഞു കൊടുത്തിട്ട് അവർ ആ തൊഴിലിൽ നിന്ന് അംബേദ്കർ എന്ത് ചെയ്യുന്നറിയാമോ? റിമൂവ് ചെയ്യിപ്പിച്ചു. പിന്നെ ഇതൊരു ചോദ്യമാണ് കേട്ടാ. ഇത് ഈ ഇടയ്ക്കും ചോദിച്ചതാണ്. അതായത് ഈ ഹിന്ദു കോഡ് ബില്ല് അല്ലെങ്കിൽ ലീഗൽ എംപവർമെന്റ് എന്താണ് ചെയ്തത്?
മാർജിനലൈസേഷൻ ഓഫ് വുമണിനെതിരായിട്ട് അംബേദ്കറിന്റെ ലീഗൽ എംപവർമെന്റ് എന്താണ്? അത് ചിലപ്പോൾ ഒരു എസ്സേ ആയിട്ട് വരാനും സാധ്യതയുണ്ട്. ലീഗൽ എംപവർമെന്റ് എന്ന് പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നു. മറന്നു പോരുത്, ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നു. ഹിന്ദു കോഡ് ബില്ല് എന്ന് വെച്ചാൽ എന്താണ്? കുറെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. മാരേജ് ഡൈവേഴ്സ് നിയമങ്ങൾ കൊണ്ടുവന്നു, പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് കൊണ്ടുവന്നു, സ്ത്രീകൾക്ക് അവകാശമില്ലായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഓട്ടോണമി കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഹിന്ദു മാരേജ് ആക്ട്, ഹിന്ദു സക്സഷൻ ആക്ട്, ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഐഡിയൻ ആക്ട്, ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ആക്ട്, അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ അംബേദ്കർ എന്തിന് കൊണ്ടുവന്നു? ഈ ഹിന്ദു മതത്തിൽ തന്നെ മാത്രമല്ല, മാർജിനലൈസ് ചെയ്ത സ്ത്രീകളുടെ ഉന്നമനത്തിന് കൊണ്ടുവന്നു. അപ്പൊ ഹിന്ദു കോഡ് ബില്ല് മറന്നു പോരുത്. ഹിന്ദു ലീഗൽ എംപവർമെന്റ് അംബേദ്കർ എന്താണ് ചെയ്തത്? അതാണ് ചോദ്യം. ലീഗൽ എംപവർമെന്റ്, നിയമപരമായിട്ട് അംബേദ്കർ എന്താണ് ചെയ്തത്? അംബേദ്കറിന്റെ കോൺട്രിബ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് വളരെ വലിയ കാര്യങ്ങളാണ് എഴുതേണ്ടത്. നമ്മൾ ആദ്യമേ പൊതുലേ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി പോകണം. അതുപോലെ തന്നെ അംബേദ്കർ പറഞ്ഞ എഡ്യൂക്കേഷൻ ആണ് പാത്ത് ഓഫ് ലിബറേഷൻ. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഉണ്ടാവുന്ന സ്ലേവറി, സോഷ്യൽ സ്ലേവറിയെ റിമൂവ് ചെയ്യണമെങ്കിൽ, അതായത് ഇത് ഒരു 34ാമത്തെ പേജ് കിടപ്പുണ്ട്, ആ ഒരു വാക്കം കാണാതെ പഠിക്കണം, എഴുതിയ നല്ല മാർക്ക് കിട്ടുന്ന പേജാ. അതുപോലെ എഡ്യൂക്കേഷൻ വാസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ എഗൻസ്റ്റ് സോഷ്യൽ സ്ലേവറി. അദ്ദേഹം വിശ്വസിച്ചിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എന്താ, അത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് അംബേദ്കറിന്റെ വർണ്ണ സിസ്റ്റം, അത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ആ വർണ്ണ സിസ്റ്റം എപ്പോഴും ചോദ്യം കാണുന്നതാണ് കേട്ടാ. പിന്നെ അംബേദ്കറിന്റെ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് വെച്ചാൽ എന്താണ്? ഡിവിഷൻ ഓഫ് ലേബർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ് ഡിവിഷൻ ഓഫ് ലേബർ. വർണ്ണ സിസ്റ്റം എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ എന്തിനുണ്ടാക്കിയിട്ടുള്ളതാണ്? ലേബറിനെ ഡിവിഷൻ ചെയ്യാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെ കൺവേർട്ട് ചെയ്താണ് കാസ്റ്റ് സിസ്റ്റം ആക്കിയത്. അതുപോലെ അംബേദ്കറിന്റെ വ്യൂസ് പ്രകാരം എവിടെയാണ് അൺടച്ചബിലിറ്റി ഒറിജിൻ ചെയ്തത്? അൺടച്ചബിലിറ്റി ഒറിജിൻ ചെയ്തത് എവിടെയാണ്? നമ്മൾ പറഞ്ഞല്ലോ, വേദിക് സൊസൈറ്റിയിൽ അൺടച്ചബിലിറ്റി ഒറിജിൻ ചെയ്തത് ഈ ബ്രോക്കൺ മാന്റെ മനസ്സിലാണ് അൺടച്ചബിലിറ്റി ഒറിജിൻ ചെയ്തത്. അൺടച്ചബിലിറ്റി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയത് ബ്രാഹ്മണിക്കലായിട്ടുള്ള സൊസൈറ്റിയാണ്. അൺടച്ചബിലിറ്റി ഒരു മാൻമേഡ് സിസ്റ്റം ഒന്നും അല്ല. ഞാൻ ആ പറഞ്ഞ വലിയ എസ്സേയുടെ ജസ്റ്റ് കട്ട് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് 37ാമത്തെ പേജിൽ കിടപ്പുണ്ട്. അതൊരു അതെന്താണ്? അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് മാൻമെയ്ഡ് അല്ല. അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് മാൻമെയ്ഡ് ആണ്, ഡിവൈൻ അല്ല. പിന്നെ അതുപോലെ അംബേദ്കറിന്റെ മാർജിനലൈസേഷൻ മൂവ്മെന്റ്, അതും ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇത് മൊത്തം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവൻ എന്ത് ചെയ്യുക? ഈ 4 മാർക്കിന്റെ 4 ക്വസ്റ്റ്യനും വായിച്ച് മനസ്സിലാക്കുക. ഈ എസ്സേയുടെ പേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്, 17 മുതൽ 20 വരെ, അതുപോലെ തന്നെ 22 മുതൽ 26 വരെ. ജസ്റ്റ് ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ രൂപത്തിൽ അങ്ങ് എഴുതി പോവുക. ഇനി ഇത്രയേ ഉള്ളൂ രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത്, ഇനി ഒരെണ്ണം കൂടെ. മൂന്നാമത്തത് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ എത്ര എണ്ണമായി? ഞാൻ ഇമ്പോർട്ടന്റ് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? എല്ലാ മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്കറിയാലോ, എല്ലാ മൊഡ്യൂളിൽ നിന്നും ഓരോ ചോദ്യം വീതം കാണും. കാരണം 4 എസ്സേ തരണ്ടേ. അപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾ ഇത് കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്ന കാര്യമുള്ളൂ. അല്ലാതെ ടെൻഷന്റെ കാര്യമൊന്നും ഇല്ലല്ലോ. നിങ്ങൾ 3ാമത്തെ പീരീഡ് സെമാർ എന്ത് ടെൻഷൻ എടുക്കാനാ? ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അംബേദ്കറുടെ എയിം ഓഫ് എഡ്യൂക്കേഷൻ അത് ചോദിക്കും. അത് ഏതെങ്കിലും രീതിയിൽ പരീക്ഷ പേപ്പറിൽ കാണും. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അംബേദ്കർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിയെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അവനെ ഗ്രേറ്റ് ലീഡർ ആക്കാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം. യഥാർത്ഥത്തിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ചേഞ്ച് ചെയ്യുന്നത്, അവന്റെ വിധി ചേഞ്ച് ചെയ്യുന്നത് വിദ്യാഭ്യാസമാണ് അല്ലേ? അംബേദ്കർ കുട്ടിക്കാലം മുതലേ എന്തെല്ലാം സഹിച്ചിട്ടാണ് വന്നത്, എന്തെല്ലാം സഹനങ്ങൾ സഹിച്ചിട്ടാണ് അംബേദ്കർ ഇവിടം വരെ എത്തിയത്. അപ്പം അതെന്താ ചെയ്യുന്നത്? അംബേദ്കർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വെറും നോളജ് ഗെയിൻ ചെയ്യാൻ മാത്രമുള്ള സാധനമല്ല. അംബേദ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം സൊസൈറ്റിയെ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കാം, സൊസൈറ്റിക്ക് മാറ്റങ്ങൾ വരുത്താൻ ഉപയോഗിക്കാം, സൊസൈറ്റിക്ക് ചേഞ്ചസ് വരുത്താൻ ഉപയോഗിക്കാം. ആൻഡ് ആൾസോ എന്തുവാണ്, നമുക്ക് ഹ്യൂമൻ ഡിഗ്നിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അംബേദ്കർ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്യുന്ന സെക്കുലർ എഡ്യൂക്കേഷൻ ആണ്. അതൊരു പോയിന്റ് പോലെ ഓരോ പാരഗ്രാഫിന്റെ മുകളിൽ ഓരോരോ പോയിന്റാണ് കൊടുത്തിരിക്കുന്നത്. സെക്കുലർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കുലറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതനിരപേക്ഷത എന്നാണ്. എന്ന് വെച്ചാൽ ഒരു മതത്തിനോ ഒരാൾക്കോ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കത്തില്ല, ഒരു മനുഷ്യനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. അതായത് എല്ലാവരും ഒരുപോലെ, ഇക്വാളിറ്റി, ലിബർട്ടി, ഫ്രട്ടേണിറ്റി, ജസ്റ്റിസ് എല്ലാവർക്കും ഒരുപോലെ. ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഡിഫറൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആൾക്കാരായാലും ഈക്വൽ എഡ്യൂക്കേഷൻ. അതുപോലെ അംബേദ്കർ ഇത് ഒരു ചോദ്യമാണ്, നാച്ചർ ഓഫ് കരിക്കുലം. കരിക്കുലം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സിലബസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന സിലബസിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ പഠിക്കുന്ന സിലബസ് എന്ന് പറയുന്നത്? എന്താണ് അംബേദ്കർ കൺസിഡർ ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ
ഞാൻ ഓഫ് ചെയ്യും പോയെ. മോസ്റ്റ് പവർഫുൾ എന്താണ് വെപ്പണാണ്, മോസ്റ്റ് പവർഫുൾ വെപ്പണാണ് ഇത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്നത് നാച്ചുറൽ കരിക്കുലമാണ്. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നാച്ചുറൽ കരിക്കുലം നമ്മൾ വെറുതെ ഒന്നും ഉണ്ടാക്കിയാൽ പോരാ, റാഷണൽ തിങ്കിങ് ആയിരിക്കണം വിദ്യാഭ്യാസം. അതാണ് അവിടുത്തെ പോയിന്റ്. കരിക്കുലം, അംബേദ്കറുടെ അഭിപ്രായത്തിൽ കരിക്കുലം എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ വാക്ക് നമ്മൾ ഫസ്റ്റ് ആയിട്ട് അവിടെ എഴുതണം, അതാണ് റാഷണൽ തിങ്കിങ്. റാഷണൽ തിങ്കിങ് ഉണ്ടായിരിക്കണം വിദ്യാഭ്യാസത്തില്, ഇക്വാളിറ്റി ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസം ചെയ്യുന്നത് കൊണ്ട് വെറുതെ ജോലി കിട്ടുക മാത്രമല്ല, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്സ് ആണ് അവിടെ വരേണ്ടത്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്സ് വരണം, എങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള കരിക്കുലം, ഏത് രീതിയിലുള്ള കരിക്കുലം, റാഷണൽ തിങ്കിങ്ങും ഇക്വാളിറ്റിയും ഇന്റലക്ച്വൽ ഡെവലപ്മെന്റും തമ്മിലുള്ള കരിക്കുലം ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഉപയോഗമുള്ളൂ. അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കരിക്കുലം വേണം. സയന്റിഫിക് ആയിട്ടുള്ള കരിക്കുലം എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സെക്യുലർ ക്യാരക്ടറിലാവുമ്പം എഡ്യൂക്കേഷൻ എപ്പോഴും ബിയോണ്ട് സൂപ്പർസ്റ്റിഷൻ ആയിരിക്കണം. എഡ്യൂക്കേഷൻ എപ്പോഴും സയന്റിഫിക് ആയിട്ടുള്ളതായിരിക്കണം. എന്ന് വെച്ചാൽ എന്താണ് സയന്റിഫിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്സർവേഷൻ ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്ത് നടത്തുന്ന കാര്യം, അങ്ങനെയായിരിക്കണം എഡ്യൂക്കേഷൻ ചെയ്യേണ്ടത്. അതുപോലെ എഡ്യൂക്കേഷൻ ഇത് എസ്സേ പോലെ എഴുതണ്ട. എഡ്യൂക്കേഷൻ ഒരു സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കരിക്കുലം ആയിരിക്കണം. എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്കൊരു സ്കില്ലാണ് പഠിച്ചെടുക്കേണ്ടത്. നമ്മൾ എന്ത് സ്കില്ലാണ് നമ്മൾ ഈ 3-4 വർഷം കൊണ്ട് പഠിച്ചെടുക്കുന്നത്? എഡ്യൂക്കേഷൻ കൊണ്ട് പഠിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഷർട്ട് തയ്ക്കാനെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റുമോ? നമ്മുടെ സ്വന്തം നല്ല ഒന്ന് ആലോചിച്ച് നോക്കെ, നമ്മൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്വന്തം വസ്ത്രങ്ങൾ പോലും നമുക്ക് തയ്ക്കില്ല, നമ്മളൊരു ഡിഗ്രിക്കാരെന്നും പറഞ്ഞിറങ്ങും. അപ്പൊ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള, നമ്മളെപ്പോഴും ബുക്ക് സെന്റർ ആയിട്ട് പഠിക്കരുത്. പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സ്കിൽ ഓറിയന്റഡ് ആയിട്ടായിരിക്കണം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടും എക്കണോമിക് ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടും ആരെ സഹായിക്കുന്നതാണ്? വിദ്യാർത്ഥികളെ സഹായിക്കുന്നതാണ്. അതിപ്പം ഈ എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ടാണ് ഈ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി മുന്നോട്ട് വന്നത്. അതുപോലെ തന്നെ നോൺ ഡിസ്ക്രിമിനേറ്ററി കരിക്കുലം ആയിരിക്കണം. എന്ന് വെച്ചാൽ ആരെയും ആരെയും മാറ്റി നിർത്തരുത്. സൊസൈറ്റിയിൽ കാസ്റ്റ് എന്നോ ജെൻഡർ എന്നോ റിലീജിയൻ എന്നോ ഇന്ന സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വരുന്നവനോ അവനെ ഒന്നും മാറ്റി നിർത്താൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കരിക്കുലമാണ് നമുക്ക് വേണ്ടത്. കരിക്കുലം എന്ന് വെച്ചാൽ നമ്മളെ പാഠ്യപദ്ധതി, അതാണ് കരിക്കുലം. അതുപോലെ കരിക്കുലം എന്ന് വെച്ചാൽ റിസർച്ചും ക്രിട്ടിക്കൽ എൻക്വയറിയും ആയിരിക്കണം, ഗവേഷണാധിഷ്ഠിതമായിരിക്കണം വിദ്യാഭ്യാസം. നമ്മൾ പഠിച്ച് നിർത്തിയിട്ട് അങ്ങ് വീട്ടിൽ പോകാനല്ല, പിന്നെയും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളതായിരിക്കണം. ക്രിട്ടിക്കൽ എൻക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യത്തെയും നമ്മൾ എന്ത് ചെയ്യണം, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യണമായിരിക്കണം വിദ്യാഭ്യാസം. അപ്പൊ എത്ര പോയിന്റായി കരിക്കുലത്തിനെ കുറിച്ചുള്ള എസ്സേ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എക്സാം സെന്റേഡ്, ഒപ്പോസിഷൻ ഓഫ് എക്സാം സെന്റേഡ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എന്തുവാണ്? ഈ നമ്മൾ മെയിൻലി അത് FIUGP ഇപ്പം ഉള്ളൊരു കാര്യമാണ്. എക്സാം മാത്രം ഫോക്കസ് ചെയ്തല്ല നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ മാർക്ക് കുറയ്ക്കുകയും മറ്റുള്ളതിന് നിങ്ങൾക്ക് മാർക്ക് കൂട്ടിത്തരികയും ചെയ്യുന്ന കാര്യം അതാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ഡീപ്പായിട്ട് ഒരു കാര്യത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ ചില സമയങ്ങളിൽ പരീക്ഷയിൽ പറ്റത്തില്ല. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഡിബേറ്റുകളും സെമിനാറുകളും ഇന്റലക്ച്വൽ ആയിട്ടുള്ള ട്രെയിനിങ്സുകളും ഒക്കെ നമുക്ക് തരണമെന്ന് FIUGP പറയുന്നത്. അംബേദ്കറിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് കരിക്കുലം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കണം. സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കണം, എങ്കിൽ മാത്രമേ സയന്റിഫിക് ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം, ക്രിട്ടിക്കൽ ആയിരിക്കണം, പ്രാക്ടിക്കൽ ആയിരിക്കണം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇമാൻസിപ്പേഷൻ ആയിരിക്കണം. എന്ന് വെച്ചാൽ മനുഷ്യനെ ഒരു പുനരുദ്ധരീകരിക്കുന്ന ഒരു മേഖലയായിരിക്കണം എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം കിട്ടിക്കഴിയുമ്പോൾ അവൻ മാറണം. വിദ്യാഭ്യാസം കിട്ടുമ്പോൾ അവന് സോഷ്യൽ ഇമാൻസിപ്പേഷൻ വരണം. വിദ്യാഭ്യാസം കിട്ടുമ്പോൾ അവന് ഇക്കണോമിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ പാടില്ല. അതുപോലെ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ അവന് മറ്റുള്ളവർ എന്ത് ചെയ്യുക, അവനെ അടിച്ചമർത്താൻ പാടില്ല. ബ്രിട്ടീഷ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ അംബേദ്കർ സ്ട്രോങ്ലി ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നതുകൊണ്ടാണ് അത് കാരണം. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ടീച്ചേഴ്സ് ആയാലും ആരായാലും എന്ത് ചെയ്തു, ഒരു കാരണവശാലും ടീച്ചേഴ്സ് ആയാലും ക്ലാസ്മേറ്റ്സ് ആയാലും ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ പാടില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പാടില്ല. നമ്മുടെ നമ്മുടെ ക്ലാസ്സിലൊക്കെ നടക്കുന്ന ഒരു കാര്യമില്ലേ, കളിയാക്കലും ബഹളവും. ടീച്ചേഴ്സ് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഫോഴ്സ്. അതുപോലെ തന്നെ എന്തുവാണ് ലിറ്ററസി കിട്ടുക എന്ന് പറയുന്നത് ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഡെവലപ്പ് ആവും. അപ്പൊ ഇത്രയും പോയിന്റ് ഞാൻ പറഞ്ഞ ഇത്രയും പോയിന്റ് തന്നെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്താണ് ഞാൻ പറയുന്നത്, നാഷണൽ കരിക്കുലം എന്താണ് അംബേദ്കറിന്റെ അഭിപ്രായത്തിൽ നമ്മളെ പാഠ്യപദ്ധതി, ഇതൊക്കെയാണ് നമ്മളെ പ്രാക്ടിക്കൽ എസ്സേ എന്ന് പറയുന്നത്. അംബേദ്കറിന്റെ അഭിപ്രായത്തിൽ പാഠ്യപദ്ധതി എങ്ങനെ ആയിരിക്കണം, ഒരു കുറച്ച് വലിയ ലെന്തി ആയിട്ടുള്ള ഒരു എസ്സേയാണിത്. അംബേദ്കർ ഡീപ്ലി കൺവിൻസ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം പറഞ്ഞങ്ങ് പോയാൽ മതി. പിന്നെ അംബേദ്കറിന്റെ പ്രൈമറി എഡ്യൂക്കേഷൻ എങ്ങനെ ആയിരിക്കണം അതൊന്നും അത്രയൊന്നും നോക്കി പോകണമെന്നില്ല. അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, ഒരുപാടുള്ളതുകൊണ്ട് നാളെ പരീക്ഷ ചെയ്യണം, അതൊക്കെ സ്കിപ്പ് ചെയ്തോളൂ. പിന്നെ അംബേദ്കറിന്റെ ഹയർ എഡ്യൂക്കേഷൻ നിങ്ങൾ നോക്കിക്കോ.
ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റി ബോംബെ യൂണിവേഴ്സിറ്റി അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് അംബേദ്കർ എന്ത് ചെയ്തത്, ഒരു റിഫോം കമ്മിറ്റി 1925 കൊണ്ടുവന്നു. അവരാണ് ആദ്യമായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റികൾ എന്താണ് കാര്യമായിട്ട് ചെയ്യേണ്ടത്, യൂണിവേഴ്സിറ്റികൾ ഹയർ റിസർച്ചും ഹയർ ലേണിംഗുമാണ് ചെയ്യേണ്ടത്, യൂണിവേഴ്സിറ്റികൾ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയുള്ള ആൾക്കാരെ ഉണ്ടാക്കിയാണ് എടുക്കേണ്ടത്, യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ അത് എന്തെഴുതുമെന്ന് അറിയാമോ, അംബേദ്കറുടെ ആ കരിക്കുലം എടുത്ത് ഇങ്ങോട്ട് എഴുതിയാൽ മതി. അംബേദ്കറുടെ ആ കരിക്കുലം അത് പഠിച്ചാൽ ഇതെടുത്ത് ഇങ്ങോട്ട് എഴുതാം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി ഡിസ്റ്റിങ്വിഷ്ഡ് ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാൻ കഴിയണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. അംബേദ്കർ സജസ്റ്റ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ദെയർ ടീച്ചിങ് റിസോഴ്സസ്. കഥ തുടങ്ങട്ടെ. എന്താ ചെയ്യുന്നത്? അത് കഴിഞ്ഞിട്ട് എന്താ, അത് കഴിഞ്ഞിട്ട് പിന്നെ കോഴ്സസ്, അതുപോലെ തന്നെ എന്താണ്, നമ്മൾ സ്റ്റുഡൻസുകള് കോളേജിൽ കോമൺ ക്ലാസ്സസുകൾ അറ്റൻഡ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്താണ് കോമൺ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അതാണ് നമ്മൾ ഈ ഇപ്പൊ കണ്ടോ മൈനർ മേജർ എന്നൊക്കെ പറഞ്ഞ് അതാണ്. അതുപോലെ കോമൺ ആയിട്ടുള്ള ക്ലാസ്സുകളിൽ പോയി അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്രസ്ഡ് ക്ലാസ്സസിനെ എന്ത് ചെയ്യുന്നതാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാനാണ്. ഇതൊക്കെ ജസ്റ്റ് ഈ ഇത്രയും തന്നെ വായിച്ച് മനസ്സിലാക്കി അതുപോലെ തന്നെ എഴുതി പോകുന്നതിനെക്കാട്ടി ഈ പോയിന്റുകൾ, ഞാൻ പറയുന്ന പോയിന്റുകൾ എഴുതി പോയാൽ മതി. അതുപോലെ പ്രാക്ടിക്കൽ റിഫോം എഡ്യൂക്കേഷനിൽ കൊണ്ടുവരണം. അത് എവിടെയാണ്, പ്രൈമറി ലെവലിലും യൂണിവേഴ്സിറ്റി ലെവലിലും. അത് കഴിഞ്ഞു കുറച്ച് അത് ആ ഒരു അത്രയും തന്നെ അതിനകത്ത് എഴുതിയാൽ മതി. പിന്നെ സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് ആണ്, അത് നോക്കണം. സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ എന്താണ്, വിമൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റിയൽ ഡെവലപ്മെന്റ് കം ചെയ്യുന്നത്. ഒരു രാജ്യത്തിന് അംബേദ്കർ ഒരു രാജ്യത്തിന് റിയൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് വരണമെങ്കിൽ ആ രാജ്യത്തിലെ സ്ത്രീകൾ ഡെവലപ്പ് ചെയ്യണം, ആ രാജ്യത്തിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടണം. എങ്കിൽ മാത്രമേ വുമൺ എഡ്യൂക്കേഷൻ ടുഗദർ അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞ സ്ത്രീകളെ തന്നെ പഠിപ്പിക്കണം. വിദ്യാഭ്യാസം കിട്ടിയ സ്ത്രീകൾ വിദ്യാഭ്യാസം കിട്ടിയ അവരെ പഠിപ്പിക്കണം, അതാണ് പറയുന്നത്. അത് കഴിഞ്ഞു. അപ്പൊ അത് അടുത്ത് നോക്കൂ. അതുപോലെ തന്നെ അംബേദ്കറിന്റെ കമന്റ്മെന്റ്സ് ഇതൊരു ചോദ്യമാണ്. അതായത് 53 നോക്കിയിട്ട് പോണേ. അംബേദ്കറിന്റെ കമന്റ്മെന്റ്സിന്റെ എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ്. ഇത് അംബേദ്കർ അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെന്താ, വിദ്യാഭ്യാസം നേടുക, ഉണരുക, അതുപോലെ നമ്മൾ സംഘടിക്കുക. അജിറ്റേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഉണരുക, വിദ്യാഭ്യാസത്തിലൂടെ ഉണരുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടുക, അജിറ്റേറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ മൈൻഡുകളെ നമ്മൾ നോളജ് സ്പ്രെഡ് ചെയ്ത് നമ്മൾ ട്രൂ എഡ്യൂക്കേഷൻ കിട്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എഡ്യൂക്കേഷൻ, അജിറ്റേറ്റ്, ഓർഗനൈസ്. നമ്മളെങ്കിൽ മാത്രമേ നമുക്ക് സോഷ്യൽ ചേഞ്ച് വരുള്ളൂ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പൊക്കോ. അത് കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, അംബേദ്കറിന്റെ റിലവൻസ് ഓഫ് ഫിലോസഫി എഡ്യൂക്കേഷൻ ടുഡേ. ഇത് ചിലപ്പോൾ എസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ആദ്യമേ ഇത് വന്ന് നോക്കണേ, റിലവൻസ് ഓഫ് അംബേദ്കർ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ ടുഡേ എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എഴുതുമെന്ന് അറിയാമോ? അംബേദ്കറിന് ഈ എഡ്യൂക്കേഷൻ ഫിലോസഫിയിൽ ആദ്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തതും മനസ്സിലായതും ആരുടെ ഇതുകൊണ്ടാണ്? ജോൺ ഡുവേ എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേഷണൽ ഫിലോസഫറെ അംബേദ്കർ പഠിക്കാൻ പോയതുകൊണ്ടാണ്. അത് മുതൽ എഴുതണം. അംബേദ്കർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പ്രാക്ടിക്കൽ വേ ആണ്, കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് റിലവൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംബേദ്കറിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ എഴുതിയാൽ മതി. മറ്റേ ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ തന്നെ മാർജിനലൈസ് ആയിട്ടുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരിക. അപ്പൊ എഡ്യൂക്കേഷൻ പഠിച്ചാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അംബേദ്കറിന്റെ എഡ്യൂക്കേഷൻ മനസ്സിലാക്കി, അതായത് പ്രൈമറി എഡ്യൂക്കേഷനും ഹയർ എഡ്യൂക്കേഷനും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരുവിധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും അതിനകത്ത് എഴുതാം. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വേറെയാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അത് ചിലപ്പം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അതും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷൻ എന്തായിരിക്കണം, എപ്പോഴും സ്കിൽ ബേസ്ഡ് ആയിരിക്കണം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, പോവർട്ടി റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കണം. വിദ്യാഭ്യാസം ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഞം കഴിക്കുന്ന റെഡ്യൂസ് ചെയ്യുന്ന സാധനമായിരിക്കണം. അപ്പൊ അതോടുകൂടി അത് കഴിഞ്ഞു. പിന്നെ അംബേദ്കർ റിലീജിയസ് എഡ്യൂക്കേഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് മറന്നു വരുന്നത് നിങ്ങൾ. ഞാൻ ഈ പോയിന്റ് പറയുന്നത് എന്തെന്നറിയാമോ? അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരുന്നത് എന്തുവാണ്, അംബേദ്കർ എന്തുകൊണ്ടാണ് മതവിദ്യാഭ്യാസത്തെ ക്രിട്ടിസൈസ് ചെയ്തത്? അംബേദ്കർ എന്തുകൊണ്ടാണ് മതവിദ്യാഭ്യാസത്തെ ക്രിട്ടിസൈസ് ചെയ്തത്? മതം സൂപ്പർസ്റ്റിഷനുകളെ പ്രൊമോട്ട് ചെയ്യും, എന്നുവെച്ചാൽ അന്ധവിശ്വാസങ്ങളെ പ്രൊമോട്ട് ചെയ്യും. മതം ബാഡ് ഫെയ്ത്തുകളെ പ്രൊമോട്ട് ചെയ്യും. മതം സോഷ്യൽ ഇൻഇക്വാളിറ്റി കൊണ്ടുവരും. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, മതം ഒരിക്കലും റാഷണൽ തിങ്കിങ് പറയത്തില്ല, മതം സയന്റിഫിക് ടെമ്പർ പറയത്തില്ല, മതം മോറൽ റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ അതുകൊണ്ടാണ് മതം എന്ത് ചെയ്തത്, അംബേദ്കർ ഈ മതത്തെ ക്രിട്ടിസൈസ് ചെയ്തത്. അംബേദ്കർ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് പറയുന്നത്. കഴിഞ്ഞു.
പോയച്ചു അത് ഹാം. ആ അടുത്ത് നോക്കേ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കിക്കോണേ നിങ്ങൾ, അതിന്റെ ഉത്തരവും ഉണ്ട് അതിനകത്ത്. അടുത്തത് ഇനി 4ാമത്തെ മൊഡ്യൂൾ ഇപ്പൊ തീർത്ത് തരാമേ. ഇത് പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. പൊളിറ്റിക്കൽ ഫിലോസഫിക്ക് എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? ഈ പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന വാക്കുകൾ നിർബന്ധമായിട്ട് എഴുതണം. പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുമ്പോൾ നമ്മൾ ട്രിനിറ്റി, ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി, ഇത് മൂന്നും എഴുതി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ പൊളിറ്റിക്കൽ ഫിലോസഫി ആയി. അടുത്തതെന്ന് വെച്ചാൽ പാർലമെന്ററി ഡെമോക്രസി, ജസ്റ്റിസ്, മൈനോറിറ്റി, പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ, അത് 2ാമത്തെ പാർട്ടാണ്. അംബേദ്കറിന്റെ പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ സെന്റർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 വാക്കുകളാണ്. അത് നമ്മൾ മറന്നു പോരുത്. അംബേദ്കറിന്റെ പൊളിറ്റിക്കൽ ഫിലോസഫി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട പ്രധാനപ്പെട്ട 3 വാക്കുകൾ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി. അംബേദ്കറിന്റെ പൊളിറ്റിക്കൽ ഫിലോസഫി നമ്മൾ ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും ചോദിക്കും. പക്ഷെ എങ്ങനെ ചോദിച്ചാലും നമ്മൾ എഴുതേണ്ടത് ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി എന്ന് പറഞ്ഞ വാക്ക് ആദ്യം തന്നെ എഴുതണം, മറന്നു പോരുത്. അംബേദ്കറിനെ നമ്മൾ എപ്പോഴും അംബേദ്കർ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി, ജസ്റ്റ് ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലാണ് അംബേദ്കർ വിശ്വസിക്കുന്നത്. അംബേദ്കർ എപ്പോഴും ഡെമോക്രസീനെയാണ് പറയുന്നത്. ഡെമോക്രസി ഇസ് ദ ഫോം ഓഫ് ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. അംബേദ്കറിന്റെ പൊളിറ്റിക്കൽ ഫിലോസഫി അംബേദ്കർ പൊളിറ്റിക്കൽ ഫിലോസഫിയിലൂടെ പറയുന്നത് ഹീസ് ഫസ്റ്റ്ലി ക്രിട്ടിക്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. പൊളിറ്റിക്കൽ ഫിലോസഫി അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഈ കാസ്റ്റ് സിസ്റ്റത്തിന് ഇതാക്കിയത്, അൺടച്ചബിലിറ്റിയെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇതാക്കിയത്. അതുപോലെ ലീഗൽ പ്രൊട്ടക്ഷൻസ് കൊടുത്തത്, ജസ്റ്റിസ് കൊടുത്തത്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുത്തതൊക്കെ ഈ പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ഭാഗമായിട്ടാണ്. അംബേദ്കർ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലിസമാണ്. അംബേദ്കർ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു രാജ്യം ഭരിക്കേണ്ട കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിനെയാണ് അംബേദ്കർ സേഫ് ഗാർഡ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആവുന്നത്. അംബേദ്കർ ആ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് മൈനോറിറ്റി റൈറ്റ്സുകളെ പ്രൊട്ടക്ട് ചെയ്തത്. അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് റിസർവേഷൻസ് SC/ST പ്രൊവൈഡ് ചെയ്ത് കൊടുത്തത്, സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവന്നത്. അതുപോലെ അംബേദ്കറിന്റെ 3 കോൺസെപ്റ്റ് എന്താണ്? ലിബർട്ടി എന്താണ്, ഇക്വാളിറ്റി എന്താണ്, ഫെർട്ടേണിറ്റി. ലിബർട്ടി എന്താണ്, ഇക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പിൾസ് യഥാർത്ഥത്തിൽ ഫ്രഞ്ച് റെവല്യൂഷന്റെ സമയത്താണ് ഒറിജിനലൈസ് ചെയ്ത് വന്നത്. ഈ ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി ഒക്കെ ഫ്രഞ്ച് റെവല്യൂഷന്റെ സമയത്താണ് വന്നത്. അംബേദ്കർ ഇതിനെ റീഇന്റർപ്രറ്റ് ചെയ്തു. എങ്ങനെ റീഇന്റർപ്രറ്റ് ചെയ്തെന്നറിയാമോ? മറന്നുപോരുത്. പൊളിറ്റിക്കൽ ഫിലോസഫി പറയുമ്പോൾ ജസ്റ്റിസ്, അത് എന്താ പറയേണ്ടത്? നമ്മള് ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിലുണ്ട്. ഇത് എവിടെ നിന്ന് വന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? അത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് വന്നത്. അത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്. അംബേദ്കർ ഈ 3 കോൺസെപ്റ്റിനെ റീഇന്റർപ്രറ്റ് ചെയ്തിട്ട് അംബേദ്കർ ഇന്ത്യൻ സോഷ്യൽ കോണ്ടസ്റ്റിലേക്ക് കൊണ്ടുവന്നു. അംബേദ്കർ ഡെമോക്രസി കനോട്ട് സർവ്, ഈ 3 സംഭവം ഇല്ലെങ്കിൽ, ജസ്റ്റ് ഇതെന്താണ് 3? ലിബർട്ടിയും ഇക്വാലിറ്റിയും ഫെർട്ടേണിറ്റി ഇല്ലെങ്കിൽ എന്ത് നിലനിൽക്കത്തില്ല? ഡെമോക്രസി നിലനിൽക്കത്തില്ല എന്ന് പറയുന്നു. രാജ്യത്ത് ഡെമോക്രസി നിലനിൽക്കത്തില്ല, അത് കഴിഞ്ഞു. അടുത്ത എന്താ? അതുപോലെ തന്നെ ലിബർട്ടി, അത് ഇനി ഓരോരോ വാക്കുകളാണ്. എന്താണ് ലിബർട്ടി? ലിബർട്ടി എന്ന് പറയുന്നത് മീൻസ് ആബ്സെൻസ് ഓഫ് അൺനെസസറി റെസ്ട്രെയിൻ ഓഫ് ഇൻഡിവിജ്വൽ ഫ്രീഡം. ലിബർട്ടിയുടെ വേർഡ് മീനിങ് എന്താണ്? സ്വാതന്ത്ര്യം. ആവശ്യമില്ലാതെ മനുഷ്യന്റെ വ്യക്തികളുടെ ഫ്രീഡത്തിൽ ഇടപെടുന്നത് ലിബർട്ടി ഇല്ലായ്മയാക്കുന്ന പരിപാടിയാണ്. നിങ്ങളുടെ ഫ്രീഡത്തിൽ ഞാൻ ഇടപെടുന്നത്. ഇറ്റ് മീൻസ് ഇൻഡിവിജ്വലിന് പ്രധാനമായിട്ട് ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ലിബർട്ടിയുടെ മീനിങ്ങേ പറയുന്നത്. ലിബർട്ടി എന്താ നമ്മൾ വരേണ്ടത്? ലിബർട്ടി എന്ന് പറയുന്നത് അൺനെസസറി റെസ്ട്രെയിൻമെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഫ്രീഡം. ലിബർട്ടി എന്ന് പറയുന്നത് എന്താണ്? എന്തില്ലാത്തൊരവസ്ഥയാണ്? ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാതെ ഇരിക്കുന്നതിനാണ് ലിബർട്ടി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനെ അനാവശ്യമായിട്ട് അൺനെസസറി ആയിട്ട് അവന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലോ അവന്റെ ഫ്രീഡത്തിലോ ഇടപെടാതിരിക്കുന്നത്, അതാണ് ലിബർട്ടി. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇതെന്ന് പറയുന്നത്, ഈ ലിബർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റുള്ളൂ, ഒരു മനുഷ്യന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, ഒരു മനുഷ്യന് അവന്റെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതാണ് ലിബർട്ടി. 2 രീതിയിലുണ്ട്. ലിബർട്ടി മാത്രം ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം: നെഗറ്റീവ് ലിബർട്ടി, പോസിറ്റീവ് ലിബർട്ടി. നെഗറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, നമ്മൾ ആ ലിബർട്ടിയുടെ എക്സ്പ്ലനേഷൻ കൊടുത്തില്ലേ? ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടാതെ ഇരിക്കുന്നതാണ് ലിബർട്ടി. അതാണ് നെഗറ്റീവ് ലിബർട്ടി. അത് നെഗറ്റീവ് എന്ന് പറയാൻ കാരണം ഇടപെടാതിരിക്കുന്നു എന്നുള്ള വേർഡിലാണ് നെഗറ്റീവ് പറഞ്ഞത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ ലൈഫിനെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുന്നു,
നമ്മുടെ ലൈഫിനെ നമ്മുടെ പൊട്ടൻഷ്യാലിറ്റിയെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. അംബേദ്കർ എന്ത് ചെയ്യുന്നു? ലിബർട്ടിയെ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ അക്സെപ്റ്റ് ചെയ്തു. പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ എന്താണ്? ഒരു വ്യക്തിയുടെ ഡിഗ്നിറ്റി, ഒരാളുടെ ഡിഗ്നിറ്റി, അയാളുടെ ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇതെല്ലാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് ബിലീഫ് ഓഫ് റിലീജിയൻ, ഫ്രീഡം ഓഫ് അസോസിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? അംബേദ്കർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നു. ഒരു ചോദ്യം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പൊളിറ്റിക്കൽ ഫിലോസഫി എങ്ങനെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലിബർട്ടി എങ്ങനെ ചെയ്തു? ഇതാണ് അതിന്റെ ഉത്തരം കിടക്കുന്നത്. ആർട്ടിക്കിൾ 19, 21, 25 കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ആർട്ടിക്കിൾ എല്ലാം എഴുതണം. 19, 21, 25 ഒക്കെ എഴുതണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളൊക്കെ എഴുതണം. അതുപോലെ ഇക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആർ ട്രീറ്റഡ് ആസ് ഈക്വലി ഇൻ ടേം ഓഫ് റൈറ്റ്. അതായത് ഇക്വാളിറ്റി 14 കിടപ്പുണ്ട്. ഈക്വൽ പ്രൊട്ടക്ഷൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതായത് എല്ലാ വ്യക്തികളെയും, അവർക്ക് എല്ലാവരും അവകാശങ്ങൾ ഒരുപോലെ, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപോലെ, അതുപോലെ ഡിഗ്നിറ്റി ഒരുപോലെ. അതാണ് ഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഇക്വാളിറ്റി മീൻസ് ഇൻഡിവിജ്വൽ ആസ് ട്രീറ്റഡ് ഈക്വലി. അതുപോലെ അത് തന്നെ പോസിറ്റീവ് ഇക്വാളിറ്റി ഉണ്ട്, എക്കണോമിക് ഇക്വാലിറ്റി ഉണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഈക്വൽ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ വോട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. എക്കണോമിക് ഇൻഇക്വാലിറ്റി എന്താണ്? ഫെയർ ആക്സസ് റിസോഴ്സ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ അംബേദ്കറിന്റെ ഇക്വാളിറ്റി അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ? അതായത് അംബേദ്കർ ഇക്വാളിറ്റി കൊണ്ടുവരാൻ തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാസ്റ്റ് സിസ്റ്റമാണ്. കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അത് അനിഹിലേഷൻ ഓഫ് കാസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന വാക്കുകളെല്ലാം പരീക്ഷയ്ക്ക് കാണണം. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് അതായിരുന്നു. അടുത്തത് എന്താ പറഞ്ഞാൽ അംബേദ്കർ എന്താണ് അച്ചീവ് ചെയ്തെന്ന് അറിയാമോ? ഈ ഇക്വാളിറ്റി വെച്ചിട്ട്, ഇക്വാളിറ്റി എന്ന കോൺസെപ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അബോളിഷൻ ചെയ്തു അൺടച്ചബിലിറ്റിയെ. സോഷ്യൽ ജസ്റ്റിസ് പോളിസീസ് കൊണ്ടുവന്നു, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്നു, എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നു, ലീഗൽ പ്രൊട്ടക്ഷൻസ് ഫോർ മാർജിനലൈസ്ഡ് വുമൺ എന്ന് പറയുമ്പോൾ നമ്മൾ മറന്നുപോയത് വേറെ ഷോർട്ട് ക്വസ്റ്റ്യോടെ കിടപ്പുണ്ട്. മറ്റേ ഹിന്ദു കോഡ് ബിൽ എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ കിടപ്പുണ്ട്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഇക്വാളിറ്റി, അംബേദ്കറിന്റെ ചിന്തയിൽ ഇക്വാളിറ്റി എങ്ങനെയാണ്? ഇക്വാളിറ്റി എന്ന് വെച്ചാൽ രണ്ടും. ഇക്വാളിറ്റി കഴിഞ്ഞാൽ മോറലും സോഷ്യലും സ്ട്രക്ചറാണ് ഇക്വാളിറ്റി. ഇക്വാളിറ്റി എന്ന് പറയുന്നത് പക്ഷേ ഇക്വാളിറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഈ റിസർവേഷൻ ഒക്കെ വരുമ്പോൾ ആ റിസർവേഷൻ ഇക്വാളിറ്റിയിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇക്വാളിറ്റി എന്ന് വെച്ചാൽ ഓൾ ആർ ഈക്വൽ എന്നാണ്. പക്ഷെ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുക്കുന്നു, എന്തുകൊണ്ട് കുട്ടികൾക്ക് റിസർവേഷൻ കൊടുക്കുന്നു, എന്തുകൊണ്ട് SC/ST റിസർവേഷൻ കൊടുക്കുന്നു, അതൊരു ക്രിട്ടിക്കാണ്. അപ്പൊ അതിനകത്ത് അംബേദ്കർ പറഞ്ഞ കാര്യം എന്തെന്നറിയാമോ? നമ്മള് ഈ ഇക്വാളിറ്റി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നമ്മളെ സംബന്ധിച്ച് എപ്പോഴേ ഡെവലപ്പ് ആവുള്ളൂ, എപ്പോഴേ ഫുൾഫിൽ ആവുള്ളൂ? എല്ലാവരും ഈക്വൽ ആവുമ്പോഴല്ലേ ഫുൾഫിൽ ആവുള്ളൂ. നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് കുട്ടികളും സ്ത്രീകളും SC/ST ഒക്കെ ഈക്വലി വരണമെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്ത് അവർക്ക് റിസർവേഷൻ കൊടുത്ത് അവരെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈക്വാളിറ്റി എന്ന് പറഞ്ഞ സംഭവം വരത്തുള്ളൂ. രാജ്യത്ത് ഇക്വാളിറ്റി എന്ന് പറഞ്ഞത് വരണമെങ്കിൽ ഇങ്ങനെ ഇവരെ കൂടെ കൊണ്ടുപോയി എല്ലാവരും ഈക്വൽ ആവുന്ന ഒരു പൊസിഷൻ അല്ലേ? അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. അവരെപ്പോഴാണ് മറ്റുള്ളവരെ ഈക്വൽ ആവുന്നത് വരെ. അത് കഴിഞ്ഞ് ഫെട്ടേണിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഫെട്ടേണിറ്റി മീൻസ് ബ്രദർഹുഡ് എന്നാ, സോളിഡാരിറ്റി എന്നാ, മ്യൂച്വൽ റെസ്പെക്ട് എമംഗ് ദ സിറ്റിസൺ. അതാണ് ഫെട്ടേണിറ്റി, സാഹോദര്യം. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുക്കുന്ന കോൺസെപ്റ്റ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഫെട്ടേണിറ്റി എൻഷുർ ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിന് നമ്മളെ സോഷ്യൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഡിഫറെന്റ് കാസ്റ്റ്, ഡിഫറെന്റ് റിലീജിയൻ, ഡിഫറെന്റ് ലാംഗ്വേജ് ഒക്കെ ആവും. അവരെല്ലാരെയും നമ്മൾ എന്ത് ചെയ്യും? ഒരുപോലെ കാണുക. ഫെട്ടേണിറ്റി, ലിബർട്ടി, ഇക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എന്താണ്? നമുക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ ഫെട്ടേണിറ്റി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്ന എങ്ങനെയാണ്? ഫെട്ടേണിറ്റി നമ്മുടെ പ്രിയാമ്പിളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫെട്ടേണിറ്റി അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നാഷൻ എന്ന് പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫെട്ടേണിറ്റി എന്നെ ബുദ്ധസത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് പിന്നെ ഇതെന്താ? ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അനലിറ്റിക്കൽ കൺക്ലൂഷൻ, ഇതൊക്കെ നിങ്ങൾ വിട്ടോ. അംബേദ്കറിന്റെ പാർലമെന്ററി ഡെമോക്രസി അത് വേണമെങ്കിൽ നിങ്ങൾ വിട്ടോ, കുഴപ്പമില്ല. അംബേദ്കറിന്റെ പാർലമെന്ററി ഡെമോക്രസി ഒരു എസ്സേ ആണ്, പക്ഷെ അത് അത്യാവശ്യം പാടാണെന്ന് വെച്ചാൽ നിങ്ങൾ വായിക്കാൻ പഠിക്കുന്നവർ പഠിച്ചോ, കുഴപ്പമില്ല. ഇപ്പം തലേദിവസമായിട്ട് പഠിക്കാൻ വേണ്ടി ബുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ അത് നോക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത് പാർലമെന്ററി ഡെമോക്രസി ഒരു വലിയൊരു രസമാണ്. പാർലമെന്ററി ഡെമോക്രസി വന്നാൽ ഇത്ര എഴുതിയാൽ മതി. ലിബർട്ടി, ഇക്വാളിറ്റി, ഫെട്ടേണിറ്റി ആ ഒരു രീതിയിൽ അങ്ങ് എഴുതി കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ പാർലമെന്ററി ഡെമോക്രസി ആയി യഥാർത്ഥത്തിൽ. നമ്മുടെ ഡെമോക്രസിയെ കുറിച്ചും ലിബർട്ടിയെ കുറിച്ചും ഇക്വാളിറ്റിയെ കുറിച്ചും ഫെട്ടേണിറ്റിയെ കുറിച്ചും ഒക്കെ അങ്ങ് എഴുതിയാൽ അതങ്ങായി.
ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടെ കഴിയുമ്പോൾ ഇത് തീരും. എന്താണ് പ്രധാനപ്പെട്ട ചോദ്യം? ജസ്റ്റിസ് എന്ന് വെച്ചാൽ എന്താണ്? അതെപ്പോഴും ഉള്ളൊരു കാര്യമാണ്. അംബേദ്കർ പറയുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്കേഴ്സ് മോഡേൺ ഇന്ത്യ സ്ട്രോങ്ലി ക്രിട്ടിസൈസ് സോഷ്യൽ ഇൻഇക്വാളിറ്റി. അല്ലേ? സോഷ്യൽ ഇൻഇക്വാളിറ്റിയെ കുറിച്ച് ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തു. പക്ഷെ അതിൽ നിന്നാണ് പക്ഷേ സോഷ്യൽ ഇക്വാളിറ്റി ക്രിട്ടിസൈസ് ചെയ്തത് എന്തിന്റെ ബേസിലാണ്? ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ ബേസിലാണ്. ജസ്റ്റിസ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അൺടച്ചബിലിറ്റി സിസ്റ്റം വന്നത്. എങ്ങനെയാണ്? ജസ്റ്റിസിന്റെ ഇത് കുറവ് കൊണ്ടാണ്. ജസ്റ്റിസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലിബർട്ടിയെയും ഇക്വാളിറ്റിയെയും ഫെർട്ടേണിറ്റിയെയും കണക്ട് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ്. ഇതും ഫ്രഞ്ച് റെവല്യൂഷനിൽ വന്നിട്ടുള്ളത് തന്നെ. ജസ്റ്റിസ് എന്ന് പറയുന്നത് അംബേദ്കർ പറയുന്നത് നമുക്ക് സമൂഹത്തിൽ ഒരു സോഷ്യൽ ഓർഡർ ഉണ്ടാക്കുക. എങ്ങനെയുള്ള സോഷ്യൽ ഓർഡർ ഉണ്ടാക്കുമെന്ന് അറിയാമോ? എല്ലാ മനുഷ്യരും ഈക്വൽ ആയിട്ടുള്ള, എല്ലാ മനുഷ്യരും ഫെയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടിയിട്ടാണ് അംബേദ്കർ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ റിമൂവ് ചെയ്തത്, അതുപോലെ ഈക്വൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്ത് എല്ലാവരെയും മാറ്റിയത്, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ സൊസൈറ്റിയിലൊക്കെ പോയത്. അത് കഴിഞ്ഞ് സോഷ്യൽ ജസ്റ്റിസ് എന്താണ്? പിന്നെ ജസ്റ്റിസുകളെ സോഷ്യൽ ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? സൊസൈറ്റിയെ ഡീപ്ലി കാസ്റ്റിസം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് നടത്തി. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് എന്താണ്? ഡെമോക്രസിയാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, എല്ലാവരും ഈക്വൽ വോട്ട് കൊടുക്കുന്നത്. എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് എന്തുണ്ട്? ഡെമോക്രസിയില് ഒരു ഡിഫറൻസും ഇല്ലാതെയാണ് എക്കണോമി ഡെവലപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ ജസ്റ്റിസിനകത്താണ് ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി വരുന്നത്. അത് ജസ്റ്റിസിന്റെ ആ ഒരു സംഭവം കഴിയുമ്പോൾ പറയുന്നു. അത്രയേ ഉള്ളൂ. പിന്നെ ഇത്രയൊക്കെ പഠിച്ചാൽ മതി. നിങ്ങൾ കൂടുതലൊന്നും കടന്ന് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് 10-19 മാർക്കിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നും അധികം ചോദിക്കുമെന്ന് അറിയത്തില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് ചോദിച്ചാലും നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ അത് വേണ്ട. ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റ് ഞാൻ ആഡ് ചെയ്ത സാധനങ്ങളാണ് അതൊക്കെ. പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ എന്നുള്ള വിചാരത്തിൽ നമ്മൾ ആഡ് ചെയ്തതാണ്. അപ്പം റിലീജിയസ് ഇതൊക്കെ അറിയാം, ഇതൊക്കെ കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫിലോസഫി എന്താണ്, അത് ക്വസ്റ്റ്യൻ ജസ്റ്റ് പേര് മാത്രം പറഞ്ഞു പോവാം. അതായത് അംബേദ്കർ, അതുമല്ല ഇത് 5ാമത്തെ മൊഡ്യൂളാ. അപ്പൊ തീർന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ 2 അത് കഴിഞ്ഞിട്ട് 2ാമത്തെ മൊഡ്യൂൾ വർണ്ണ സിസ്റ്റം, അൺടച്ചബിലിറ്റി നിങ്ങൾ പറ്റുന്നതിന് നോക്കുക. 3ാമത്തത് എഡ്യൂക്കേഷന്റെ ഒരു പ്രത്യേകതയുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ആ ഒരു ഫസ്റ്റ് എസ്സേ പഠിച്ചാൽ എല്ലാം എഴുതാം. ഹയർ എഡ്യൂക്കേഷൻ ചോദിച്ചാൽ അറിയാം, പ്രൈമറി എഡ്യൂക്കേഷൻ ചോദിച്ചാൽ അറിയാം. അതിനകത്തുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മാത്രമാണ് ഒരല്പമെങ്കിലും വ്യത്യാസം ഉള്ളത്. പിന്നെ 4ാമത്തത് പൊളിറ്റിക്കൽ ഫിലോസഫി എന്താണ്? ലിബർട്ടി, ഫെർട്ടേണിറ്റി, ഇക്വാളിറ്റി. ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി, ഈ 3 കോൺസെപ്റ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയൊക്കെ ഇത് വന്നു. പിന്നെ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു എസ്സേ ഉണ്ടാവും. ജസ്റ്റിസ്, സോഷ്യൽ ജസ്റ്റിസ്, ഈക്വൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അത്രേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുപോയിട്ട് ആ ഒരു കാര്യം മാത്രം മതി പരീക്ഷയ്ക്ക് ജയിക്കാൻ. വേറെ ഒന്നും തന്നെ പരീക്ഷയ്ക്ക് ജയിക്കാൻ ആവശ്യമില്ല. കാരണം അത്രയ്ക്ക് അടുക്കി വൃത്തിയാക്കിയിട്ടാണ് ആ ബുക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അംബേദ്കറിന്റെ ഫിലോസഫി കൊണ്ട് ഭാവിയിലുള്ള റെഫറൻസ് പോലെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക, ഈ കാര്യങ്ങൾ എഴുതുക. ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ ബുക്ക് അടിവരയിട്ട് എഴുതിക്കൊണ്ട് പോവുക. പോയിന്റ് എഴുതി പോവുക. വളരെ കുറച്ച് മാർക്ക് മതിയല്ലോ ഇത് ജയിക്കാൻ. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഞാൻ ക്ലാസ് നിർത്തണ്ട. ആരും ഒന്ന് കൈ ഓക്കെ. ആര്യൊക്കെ കൂട്ടത്തോടെ കൈയിട്ടോണ്ടിരിക്കണല്ലേ? ഇത്രയേ ഉള്ളൂ സാധനം, വേറെ ഒന്നുമില്ല. അബിത റോബിൻസൺ ആരോ എൻ്റെ അടുത്ത് ഇന്ന് സിലബസ് ചോദിച്ചു കേട്ടാ. അത് ആരായിരുന്നു? സന്ധ്യ വന്നിട്ടുണ്ടോ ഇവിടെ? ഞാൻ പറഞ്ഞു സിലബസ് തരൂലെന്ന്. കാരണം തലേ ദിവസം സിലബസ് തരാൻ ശരിയല്ലല്ലോ. നോക്കുക, പഠിക്കുക, ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.